സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, 4-ാം മാസത്തെ ഉപവാസവും 5-ാം മാസത്തെ ഉപവാസവും 7-ാം മാസത്തെ ഉപവാസവും 10-ാം മാസത്തെ ഉപവാസവും യഹൂദഗൃഹത്തിന് ആനന്ദവും സന്തോഷവും പ്രമോദമായുള്ള ഉത്സവവും ആയിരിക്കണം. അതുകൊണ്ട് സത്യവും സമാധാനവും ഇഷ്ടപ്പെടുവിൻ. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സക്കറിയ എന്ന വാക്കിന്റെ അർത്ഥം ഒന്നുകൂടെ ഒന്ന് വായിച്ച സിസ്റ്റർ. സക്കറിയ 1:1. ദാര്യാവേശിന്റെ 2-ാം ആണ്ട് 8-ാം മാസത്തിൽ ഇദോ പ്രവാചകന്റെ മകനായ ബെരക്യാവിന്റെ മകനായ സക്കറിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്ന്. സക്കറിയാവ് എന്ന വാക്കിന്റെ അർത്ഥമൊക്കെ നിങ്ങൾ കേട്ട് കാണും. യഹോവ റിമംബറിങ്, എന്നെ ഓർക്കുന്ന ദൈവം. ബെരക്യാവ് ബ്ലസ്സഡ് യഹോവ, എന്നെ അനുഗ്രഹിക്കുന്ന ദൈവം. അനുഗ്രഹിക്കുന്ന ദൈവം അപ്പൻ്റെ പേരിൻ്റെ അർത്ഥം. മോൻ്റെ പേരിൻ്റെ അർത്ഥം ഓർക്കുന്ന ദൈവം, നമ്മെ ഓർക്കുന്ന ദൈവം, എന്നെ ഓർക്കുന്ന ദൈവം. ആരും മറന്നാലും എന്നെ മറക്കാത്ത ദൈവം. അബ്രഹാമിനെ ഓർത്ത ദൈവം ലോത്തിനെ വിടുവിച്ചു. ഇവിടെ നിൽക്കുമ്പോഴേ ദൂതാ, നിന്നെ ഓർത്ത് ദൈവം ചിലരെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന നിന്നെ ഓർത്ത്, കരയുന്ന നിന്നെ ഓർത്ത് ദൈവം ചിലരെ വിടുവിക്കും. കരമടിച്ച് സ്തോത്രം പറ. നിന്നെ ഓർത്തവൻ ചിലരെ വിടുവിക്കും. ഹോഡാമാഷയ. പ്രാർത്ഥിക്കുന്ന നിന്നെ ഓർത്ത് ദൈവം ചിലരെ വിടുവിക്കും. ഓർക്കുന്നവൻ, അബ്രഹാമിനെ ഓർത്തവൻ, സാറയെ ഓർത്തവൻ, ഹന്നെ ഓർത്തവൻ, നോഹയെ ഓർത്തവൻ, നമ്മെ ഓർക്കുന്ന ദൈവമാ. കരയുന്ന നിന്നെ ഓർത്ത ദൈവം ചിലരെ വിടുവിക്കും. കർത്താവിനോട് അത് പറയാൻ പറയുന്നു. പ്രാർത്ഥിക്കുന്ന നിന്നെ ഓർത്ത് ചിലരെ വിടുവിക്കും. വർഷം മുഴുവൻ വെള്ളവും വളവും വലിച്ചു കുടിച്ചിട്ടും ഫലം നൽകാത്ത വൃക്ഷത്തെ വെട്ടിക്കളയാൻ തോട്ടം ഉടമസ്ഥൻ പറഞ്ഞു. അപ്പൊ ആ തോട്ടം സൂക്ഷിപ്പുകാരൻ നെടുമ്പാട് വീണു. അയാൾ പറഞ്ഞു, 1 വർഷം കൂടെ നിൽക്കണം, ഫലം കായ്ച്ചില്ലേ വെട്ടിക്കളയാം. അപ്പൊ തോട്ടം സൂക്ഷിപ്പുകാരന്റെ മധ്യസ്ഥതയാൽ ആ വൃക്ഷത്തിന് 1 ആണ്ടൂടെ ആയുസ് ദീർഘമാക്കി കിട്ടി. കരയുന്ന ഒരു വ്യക്തി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഓർത്ത് ആ കുടുംബത്തിന്റെ ന്യായവിധി ദൈവം താമസിപ്പിക്കും. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം ഒരു സഭയിൽ ഉണ്ടെങ്കിൽ ആ കുടുംബത്തെ ഓർത്ത് ആ സഭയുടെ ന്യായവിധി ദൈവം താമസിപ്പിക്കും. 10 ദൈവമക്കൾ കരയാനൊരു ദേശത്തുണ്ടെങ്കിൽ ആ ദൈവസഭ ഓർത്ത് ദൈവം ദേശത്തിന്റെ ന്യായവിധി താമസിപ്പിക്കും. ഇടിവിൽ നിൽപ്പാൻ ആളുണ്ടെങ്കിൽ, പവർ ഓഫ് ഇന്റർസീഡിങ്, കരയാൻ ആളുണ്ടെങ്കിൽ, മധ്യസ്ഥത അണയ്ക്കാൻ ആളുണ്ടെങ്കിൽ ന്യായവിധികൾ താമസിപ്പിക്കപ്പെടും. ഞാൻ ചെറുപ്പക്കാരോട് കണ്ണടച്ച് പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, ഒന്നുകൂടെ പറയുക, കുഞ്ഞേ, നീ പലയിടത്തും തീരേണ്ടതായിരുന്നു. നിന്നെ ചതച്ചരച്ച് കളയാൻ, റോഡ് ആക്സിഡന്റിനെ മാറ്റപ്പെടുത്താൻ, നിന്റെ കൈകാലുകൾ ഒടിച്ചു കളയാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ പിശാച് പദ്ധതിയിട്ടപ്പോൾ ആരുടെയൊക്കെയോ കണ്ണുനീർ നിന്നെ അവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്, പോക്കിയെടുത്തിട്ടുണ്ട്. ഒന്നീ നിന്റെ അപ്പന്റെ കണ്ണുനീർ, അല്ലെ നിന്റെ അമ്മയുടെ കണ്ണുനീർ, അല്ലെ പാസ്റ്ററുടെ കണ്ണുനീർ, അല്ലെ സഭയുടെ കണ്ണുനീർ. ആരോ നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നു. ആരോ നിനക്ക് വേണ്ടി കരയുന്നു. നിന്റെ ഗുണം കൊണ്ടല്ല, കണ്ണുനീരിന്റെ ശക്തി. കരയുന്നവനെ ഓർത്ത് ദൈവം ചെല്ല വിടുവിക്കും. എനിക്ക് പ്രസംഗപീഠത്തിൽ ഇഷ്ടമാണ് നല്ല ഉച്ചഭാഷണിയും നല്ല ചൂടുവെള്ളവും. 2 കൂടെ ഉണ്ട്. ഞാൻ പറയാതെ ഇവിടെ നല്ല ചൂടുവെള്ളം കൊണ്ട് തന്നു. പക്ഷേ ഈ കപ്പിൽ, മനോഹരമായി കപ്പിൽ, ഈ തിളച്ച ചൂടുവെള്ളം ഇവിടെ വന്നപ്പോൾ ഒന്നുകിൽ ഇവിടുത്തെ അടുക്കളയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാഴ്സനേജിൽ
ഒരു പാത്രം തീക്കായി ഏൽപ്പിക്കപ്പെട്ടു. അടിയിൽ തീ കത്തുന്നു, അകത്ത് വെള്ളം തിളച്ചു മറിയുന്നു. തീയേൽക്കുവാൻ, പുകയേൽക്കുവാൻ, കരിയേൽക്കുവാൻ ഒരു പാത്രം ഏൽപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് ഈ പാത്രത്തിന് ഇവിടെ വരുവാൻ യോഗ്യതയുണ്ടായത്. തീയേൽക്കുന്ന, കരിയേൽക്കുന്ന, പുകയേൽക്കുന്ന, ചുട്ടുപൊള്ളുന്ന ചൂടനുഭവിക്കുന്ന ആ പാത്രത്തിന് ഇവിടെ വരാൻ യോഗ്യതയില്ല. എന്നാൽ ഈ പാത്രം ഇവിടെ വരാൻ യോഗ്യത നേടിയത് അങ്ങനൊരു പാത്രം അവിടെ ഏൽപ്പിക്കപ്പെട്ടത് കൊണ്ടാ. കരയുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, നിന്നെ ആരും കാണുന്നില്ലെങ്കിലും നിന്റെ കണ്ണുനീർ ചില മാനപാത്രങ്ങൾ കാഴ്ചവെക്കപ്പെടുന്നുണ്ട്. ഒന്ന് സന്തോഷത്തോടെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച്. നിന്റെ പ്രാർത്ഥന വൃഥാവല്ലെന്നാ ഞാൻ പറയുന്നത്. നിന്റെ കണ്ണുനീര് വൃഥാവല്ല. ഓ ശഖമ റഖോനി അംതോനിയാന ഉടമ റുഖോനി ഹംതോ സവന ധിയാന. ചില ന്യായവിധികൾ താമസിക്കപ്പെടുന്നു, ചില രക്ഷപ്പെടലുകൾ നടക്കുന്നു. നിന്റെ പ്രാർത്ഥനയാൽ ചില വിടുതലുകൾ സംഭവിക്കുന്നുണ്ട്. ചില ന്യായവിധികൾ താമസിപ്പിക്കപ്പെടുന്നുണ്ട്. നെഹമ്യാവ് എന്ന വാക്കിന്റെ അർത്ഥം എന്നെ ഓർക്കുന്നവൻ. ദൈവം നമ്മെ ഓർക്കും. നെഹമ്യാവിന്റെ പുസ്തകത്തിന്റെ കീവേഡ് അതിവിടെ പറഞ്ഞു കാണുമായിരിക്കാം. 3-ാം വാക്യമാണ്, 1:3. ആകയാൽ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എങ്കിലേക്ക് തിരുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും തിരിയും. എങ്കിലേക്ക് തിരിക, ഇതാണ് ഇത് കീവേഡ്. എങ്കിലേക്ക് തിരിയുക, എന്നാൽ ഞാൻ നിങ്ങളിലേക്കും തിരിയും. സ്തോത്രം. നമ്മൾ വായിച്ച വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? സിസ്റ്ററെ ഒന്നുകൂടെ ആ വാക്യം വായിച്ചു. നമ്മുടെ കുറിവാക്യം 8:19. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. മതി. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. Thus saith the Lord of hosts. ഈ സഖരിയാവിന്റെ പ്രവചനത്തിന്റെ പ്രത്യേകതയാണ് സിസ്റ്ററെ. അതിന്റെ 8:1 നോക്കിയേ. 8:1, 8-ാം അധ്യായം 1-ാം വാക്യം. സൈന്യങ്ങളുടെ വായിച്ചു. സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഓക്കെ, 3-ാം വാക്യം. ഞാൻ സിയോനിലേക്ക് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. 3-ാം വാക്യം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. 9-ാം വാക്യം നോക്കിയേ. 9-ാം വാക്യം അല്ലെങ്കിൽ 9:1 വായിച്ചു നോക്കിയേ. 9:1, 9-ാം അധ്യായം 1-ാം വാക്യം. 9 മതി. ഈ സക്കറിയാ ഭവനത്തിൽ ഒത്തിരി ഉണ്ട്. ഈ വേദപുസ്തകത്തിൽ ടോട്ടലിൽ 3000-ഓളം പ്രാവശ്യം, ഞാൻ പലയിടത്തെ കൺവെൻഷനിൽ പ്രസംഗിക്കാറുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, 3000-ത്തിലധികം പ്രാവശ്യം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്. ചാൾസ് ഡാർവിൻ്റെ എവല്യൂഷൻ തിയറിയുടെ ആദ്യത്തെ 10 പേജിനുള്ളിൽ 40 പ്രാവശ്യം ഇങ്ങനെ ചിന്തിക്കാം, ഇങ്ങനെ കരുതാം, ഇങ്ങനെ ഊഹിക്കാം, ഇങ്ങനെ വിശ്വസിക്കാം, ഇങ്ങനെ വിശ്വസിക്കാൻ ഞാൻ ബാധ്യസ്ഥനാകുന്നു എന്നൊക്കെയുണ്ട്. ഈ വേദപുസ്തകത്തിൽ ഒരിടത്ത് പോലും ഇങ്ങനെ ഊഹിക്കാമെന്നില്ല, ഇങ്ങനെ ചിന്തിക്കാമെന്നില്ല, ഇങ്ങനെ കരുതാമെന്നില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുവാൻ കഴിവുള്ളവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഒരാ ശക്തിയോട് സ്തോത്രം പറഞ്ഞു. എൻ്റെ ദൈവം പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുവാൻ കഴിവുള്ളവനാണെന്ന് വിശ്വസിക്കുന്നവൻ ശക്തിയോട് സ്തോത്രം പറയാം. എൻ്റെ ദൈവം ഫറവോനെ നോക്കി, ഫറവോനെ നീ ചെങ്കടൽ കടക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഫറവോൻ ചെങ്കടൽ കടക്കുകയില്ല.
അവൻ നെബൂഖദ്നേസർ നോക്കി, നെബൂഖദ്നേസറേ, നിന്നെ കാളയെപ്പോലെ പുല്ല് തീറ്റിക്കൂ എന്ന് പറഞ്ഞാൽ ഏത് സിംഹാസനത്തിരുന്നാലും ചെവിക്ക് പിടിച്ചിറക്കി പുല്ല് തീറ്റിക്കാൻ അവൻ ശക്തനായ ദൈവമാണ്. ഈ പകൽ നിന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞാൽ വിടുവിക്കും, സഹായിക്കുമെന്ന് പറഞ്ഞാൽ സഹായിക്കും, പുതിയ വഴി തുറക്കുമെന്ന് പറഞ്ഞാൽ തുറക്കും, നിന്റെ തലമുറയെ മാനിക്കുമെന്ന് പറഞ്ഞാൽ മാനിക്കും, ഉയർത്തുമെന്ന് പറഞ്ഞാൽ ഉയർത്തിക്കും, അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. ഈ രാവിലെ യേശുവിന്റെ നാമത്തിൽ പറ, എന്റെ ദൈവം പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുവാൻ കഴിവുള്ള ദൈവം അത്രേ. കരങ്ങളുടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എന്റെ ദൈവം പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുവാൻ കഴിവുള്ളവൻ അത്രേ. ഹല്ലേലൂയ. നമ്മുടെ മന്ത്രിമാര് പറയുന്ന പോലോ MLA പറയുന്ന പോലോ MP പറയുന്ന പോലോ ഒന്നും അല്ല ദൈവം പറഞ്ഞാൽ. ഞാൻ പലപ്പോഴും പറയും, ചാണ്ടി സാറ് പറയുന്ന പോലോ, പിണറായി സാറ് പറയുന്ന പോലോ, മോദി സാറ് പറയുന്ന പോലോ, പുടിൻ സാറ് പറയുന്ന പോലെ അല്ല നമ്മുടെ ദൈവം പറഞ്ഞാൽ. അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും, പറഞ്ഞ സമയത്ത് ചെയ്യും. കൈയൊന്ന് ഉയർത്തി വെടിപൊട്ടുന്ന പോലെ സ്വോത്രം പറഞ്ഞേ. എൻ്റെ വാച്ചിൽ സമയം 11:02. നിങ്ങൾ വാച്ച് നോക്കണ്ട, നിങ്ങളുടെ സമയമൊക്കെ വേറെ ആയിരിക്കും. ആണ് 12 അല്ലേ, 12:02. ഇപ്പം ദൈവം തമ്പുരാൻ പറഞ്ഞിരിക്കട്ടെ, നമ്മുടെ ദൈവം പറഞ്ഞിരിക്കട്ടെ, ഇന്ന് 2:10 എറണാകുളം ഒന്ന് കുലുങ്ങട്ടൻ ദൈവം പറഞ്ഞാൽ എന്ത് സംഭവിക്കും? 2:10 ഇവിടെ കുലുങ്ങിയിരിക്കും. ഇവിടുത്തെ ജില്ലാ കളക്ടർ അറിയത്തില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് അറിയത്തില്ല, MLA അറിയില്ല, അറിഞ്ഞാൽ അവനോട് തടയാനും ഒക്കത്തില്ല അവർക്കാർ. ഇന്ന് 3:29 അറബിക്കടലിൽ നിന്നൊരു കാറ്റിങ്ങോട്ട് അടിക്കട്ടെന്ന് തമ്പുരാൻ പറഞ്ഞാൽ അത് ആലുവായിക്കിപ്പുറവും അരൂരിനിപ്പുറവും നിൽക്കണമെന്നും പറഞ്ഞാൽ ഇതിന് നിന്നോളും. അതിനപ്പുറവും പോകില്ല, ഇപ്പുറവും പോകില്ല. അവൻ പറഞ്ഞാൽ കുലുങ്ങും, അവൻ പറഞ്ഞാൽ കാറ്റടിക്കും, അവൻ പറഞ്ഞാൽ സമുദ്രം ഇളകും. അവൻ പറഞ്ഞാൽ ആരാ അനുസരിക്കാത്ത? അവൻ പറഞ്ഞാൽ കടൽ ഇളകും, അവൻ പറഞ്ഞാൽ കടലാന വരും, അവൻ പറഞ്ഞാൽ കടുങ്കാറ്റടിക്കും, അവൻ പറഞ്ഞാൽ ആവണക്ക് വരും, അവൻ പറഞ്ഞാൽ പുഴു വരും. വിശ്വാസത്തോട് പറ, നീ സേവിക്കുന്ന ദൈവം ആരെന്ന് മനസ്സിലാക്ക്. സ്തോത്രം. അവൻ പറഞ്ഞാൽ അത് സംഭവിക്കും. ഒന്നുകൂടെ പറയാൻ കർത്താവ് പറയുന്നു, ഉപവാസ പ്രാർത്ഥനയാ വചന പഠനത്തോടൊപ്പം. ദൈവം നിന്നോടൊരു വാക്ക് പറഞ്ഞാൽ സാധ്യതകൾ ഒന്നുമില്ലെങ്കിലും ദൈവം പറഞ്ഞെങ്കിൽ അത് സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ ഈ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാ. നിന്നോട് ദൈവം ഒരു വാക്തത്വം പറഞ്ഞെങ്കിൽ, നിന്നോടൊരു വാക്കു പറഞ്ഞെങ്കിൽ, ഒരു സാധ്യതയും നീ കാണുന്നില്ലെങ്കിലും നീ പറയണം, എന്നോട് വാക്കു പറഞ്ഞവൻ സർവശക്തനത്രേ. ഓ ഷൽ ഖമറിഹോനി, ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ലെങ്കിലും, എല്ലാം അസാധ്യമാണെങ്കിലും എന്നോട് വാക്ക് പറഞ്ഞവൻ സർവശക്തനാകിയാൽ അത് സംഭവിക്കും. പോരാ 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 പോരാ, അത് സംഭവിക്കും, അത് സംഭവിക്കും, അത് സംഭവിക്കും, അത് സംഭവിക്കും. ഉദാഹരണത്തിന് നിന്റെ തലമുറ, എന്നോട് കർത്താവ് പറഞ്ഞോണ്ട് പറയുക, നിന്റെ ഞാൻ പ്രവാചകനൊന്നുമല്ല, ഞാൻ പ്രസംഗിക്കനാ. നിന്റെ തലമുറ യേശുവിനെ പ്രസംഗിക്കുമെന്നും ആയിരങ്ങളോട് പ്രസംഗിക്കുമെന്നും നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണുമെന്നും പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സാധ്യതയുമില്ലെങ്കിലും നിന്റെ മോനെ ഏടയിലെ തടുക്കുന്നില്ലെങ്കിലും, ഓ ഹല്ലേലൂയ, ദൈവത്തിന്റെ സമയത്ത് അത് സംഭവിക്കും, അത് സംഭവിക്കും, അത് സംഭവിക്കും, അത് സംഭവിക്കും. നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും. ഞാൻ പ്രവചിക്കുക പരിശുദ്ധാത്മാവിൽ, ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും. വളരെ നാളെ ഒരു മദ്യപാനിയെ ഭർത്താവിൽ നിന്ന് ദുരിതം അനുഭവിക്കുന്ന ഒരു സഹോദരി എന്നെ ഫോണിലൂടെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കൂടെ കൂടെ പ്രാർത്ഥിക്കും.
ഒത്തിരി ആളുകൾ ലോകം മുഴുവൻ പലയിടത്തും ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റമില്ല. ഒരു ദിവസം വളരെ നിരാശയായൊരു രാത്രി ആ സഹോദരി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, പാസ്റ്ററെ ഇന്നുവരെയും ദൈവം പ്രവർത്തിച്ചിട്ടില്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം പ്രവർത്തിക്കും, അതല്ല നമുക്ക് പറയാനുള്ളൂ, ദൈവം പ്രവർത്തിക്കും. ഉടനെ ആ സഹോദരി എന്നോട് ചോദിച്ചു, ഇനി എന്നാ ദൈവം പ്രവർത്തിക്കുന്നത്? എൻ്റെ കണ്ണടഞ്ഞ ശേഷമാണോ? എനിക്ക് വലിയ വിഷമം തോന്നി. പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ മേൽ വന്നു. ആ ഫോണിലൂടെ ഞാൻ പറഞ്ഞു, സഹോദരി, ദൈവമാണ് നിന്നോട് വാക്കു പറഞ്ഞതെങ്കിൽ അതിൻ്റെ നിവർത്തി കാണാതെ നിന്റെ കണ്ണടയാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്നോട് വാക്തത്വം ചെയ്തത് പരിശുദ്ധാത്മാവാണെങ്കിൽ, നിന്നോട് വാക്ക് പറഞ്ഞത് ദൈവമാണെങ്കിൽ അതെന്നെ നിവർത്തി കാണാതെ നിന്റെ കണ്ണടയാൻ ദൈവം സമ്മതിക്കില്ല. ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിക്ക്. യേശുവിന്റെ നാമത്തിൽ പറ, എന്നോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറും. എൻ്റെ ദൈവ വാഗ്ദത്തം നിവർത്തിക്കും. അതെൻ്റെ കൺമുമ്പിൽ ഞാൻ കാണും. എൻ്റെ കർത്താവ് പറഞ്ഞ വാഗ്ദത്തം നിറവേറാതെ എൻ്റെ കണ്ണടയാൻ ദൈവം സമ്മതിക്കില്ല. അത് വിശ്വസിക്കണം. നിന്നോട് വാക്ക് പറഞ്ഞവൻ സർവശക്തനാണ്. സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിലും ദൈവവാഗ്ദത്തത്തെ വിശ്വസിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ 1000 പ്രാവശ്യം ദുഷ്ടപിശാചിന്റെ അടിയിൽ അസാധ്യം 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 എന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഇന്ന് രാവിലെ വിശ്വാസത്തോട് ഒരു വട്ടം നീ എഴുത്, പിശാചേ, എൻ്റെ ദൈവത്താൽ ഇത് സാധ്യമാണ്. നിന്റെ ചെവിയിൽ മന്ത്രിക്കുന്ന പിശാചിന്റെ അലർച്ചയല്ല നീ കേൾക്കേണ്ടത്. ഓ ശബറഖാന, എൻ്റെ ദൈവത്തിന്റെ മൃദുസ്വരമത്രേ. യെസ്, കർത്താവിനോട് പറയുന്നു, നിന്നോട് പറയാൻ നീ ഇന്ന് പകൽ കേൾക്കേണ്ടത് സാത്താന്റെ റോയറിങ്ങല്ല, അവന്റെ അലർച്ചയല്ല, ദൈവത്തിന്റെ മൃദുസ്വരമത്രേ. എല്ലാവരും ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോട്ടെ, അല്ലേ? എല്ലാവരും ശക്തിയോടെ. Oh, just come on now. Rikama, Ramtona, Hamtoria, Udama, Regala, Regado, Namanta, Regalkanaba, Samtuniana. ഈ വാക്യം ദൈവദാസന്മാർ കഴിഞ്ഞ ദാസങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നല്ലോ. വാസമൊക്കെ നമുക്ക് ആനന്ദമാകണം, സന്തോഷമാകണം, പ്രമോദമാകണം, ഉത്സവങ്ങളായി മാറണം, വിടുതലാകണം, സൗഖ്യമാകണം, അത്ഭുതമായി മാറണം. അതിലൊക്കെ ഒത്തിരി മർമ്മങ്ങളുണ്ട്. അതിന് നമ്മൾ എന്നാ ചെയ്യണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട്, സത്യവും സമാധാനത്തെയും സ്നേഹിക്കണം. പക്ഷെ ഇതിലെ ഈ പ്രവാചകന്മാരുടെ എല്ലാം സന്ദേശത്തിൻ്റെ കാതൽ 2 കാര്യങ്ങളിലാണ്. ഒന്ന്, നോ who you are, നിങ്ങൾ ആരെന്നറിയുക. 2, know your God, നിന്റെ ദൈവം ആരെന്നറിയുക. ഞാൻ കുറേ ദിവസം കൊണ്ട് ഈ വിഷയം പാസ്റ്റർ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ ദിവസങ്ങളെല്ലാം കർത്താവ് എന്നോട്, ജനത്തോട് പറയാൻ ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 1, നിങ്ങൾ ആരെന്നറിയുക, നാം ആരെന്നറിയുക, നമ്മുടെ ദൈവം ആരെന്നറിയുക. ഈ 2 കാഴ്ചപ്പാടും നഷ്ടപ്പെട്ടു പോയി. ആരാണ് നമ്മൾ? ആരാണ് നമ്മൾ? ഇനി വരെ കേൾക്കട്ടെ, പറ, ആരാണ് നമ്മൾ? അയ്യോ, കേട്ടില്ല. ദൈവമക്കൾ. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകി. യോനയുടെ പുസ്തകം 1-ാം അധ്യായം സിസ്റ്റർ ഒന്ന് വായിച്ചു കേൾപ്പിച്ചോ. യോന 1:9. ജോന ചാപ്റ്റർ 1:9. അവളുടെ മുറിവ്. യോനയുടെ പുസ്തകം. അതിന് അവൻ അവരോട്, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയപ്പം പുള്ളി പറയാ, ഞാനൊരു എബ്രായൻ, കരയും കടലും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു. ഈ വാക്യവാ നമ്മൾ, ഞാൻ ആരാണ്, ഞാൻ സേവിക്കുന്ന ദൈവം ആരാണ്, ഞാനൊരു എബ്രായൻ.
ഞാനൊരു വിശ്വാസി, ഞാനൊരു ദൈവവൈതൽ. ആരാണ് ഞാൻ? ദൈവവൈതൽ. 116 സങ്കീർത്തനം 16 വാക്യം. ആരാണ് ഞാൻ? വായിച്ചോ സിസ്റ്ററെ. 116 സങ്കീർത്തനം 16. യഹോവേ, യഹോവേ, ഞാൻ നിന്റെ ഞാൻ നിന്റെ ദാസനാകുന്നു. നിന്റെ ദാസനും നിന്റെ ദാസിയുടെ ഇന്ന് രാവിലെ അതവിടെ നിൽക്കട്ടെ. രാവിലെ തൻ്റെ ഇടത്തോടെ എത്ര പേർക്ക് പറയാൻ കഴിയും? പിശാചികൾക്ക് ഞാൻ കർത്താവിൻ്റെ ദാസനാണ്, ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്. യഹോവേ, ഞാൻ നിന്റെ ദാസനാ, ഞാൻ നിന്റെ ദാസിയുടെ മകനാ. ഇന്ന് രാവിലെ സാത്താൻ കേൾക്കപ്പറ, ഞാനൊരു ഭക്തനാ, ഞാനൊരു ദൈവ പൈതലാ, നിനക്കെന്നെ തൊടാൻ അവകാശമില്ല. കരങ്ങളടിച്ച് അന്യഭാഷ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, യഹോവേ, ഞാൻ നിന്റെ ദാസൻ, ഞാൻ നിന്റെ ദാസൻ, ഞാൻ നിന്റെ ദാസി, ഞാൻ നിന്റെ ദാസി, ഞാൻ ദൈവദാസി, ഞാൻ ദൈവ പൈതൽ, ഞാൻ നിന്റെ ദാസൻ, ഞാൻ നിന്റെ ദാസിയുടെ മകൻ. ഇതിലൊക്കെ ഒത്തിരി മർമ്മങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നിന്റെ ദാസനാണ്, ഞാൻ നിന്റെ ദാസിയുടെ മകനാണ്. രാവിലെ 8 മണിയായിട്ടും പള്ളിയിൽ പോകാതിരുന്നൊരു ചെറുപ്പക്കാരനോട് അമ്മ പറഞ്ഞു, നീ പള്ളിയിൽ പോകണം. 2 കാരണത്താൽ. ഒന്ന്, നീ എൻ്റെ മോനായതുകൊണ്ട് പള്ളിയിൽ പോകണം. 2, നീ ആ പള്ളിയിലെ അച്ഛനായതുകൊണ്ട് പള്ളിയിൽ പോകണം. സ്തോത്രം. ഞാൻ നിന്റെ ദാസൻ, ഞാൻ നിന്റെ ദാസിയുടെ മകൻ. അത് മാത്രമല്ല, അടുത്ത വാക്യം എന്നാ എഴുതിയേക്കുന്നേ? നീ എൻ്റെ ബന്ധനത്തെ അഴിച്ചതിനാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. അപ്പൊ 3-ാമത്തെ പദവി, ഞാൻ ബന്ധനം അഴിയപ്പെട്ടവനാ. പോരാ പോരാ, ഞാൻ ബന്ധനം അഴിയപ്പെട്ടവനാ. ഓഹോ, ഞാൻ ബന്ധനം അഴിയപ്പെട്ടവനാ. പാപത്തിന്റെ ബന്ധനം, പൈശാചി ബന്ധനം, രോഗത്തിന്റെ ബന്ധനം, അന്യായ ബന്ധനം, പാരമ്പര്യ ബന്ധനം, പൗരോഹിത്യ ബന്ധനം, ആ ബന്ധനം അഴിയപ്പെട്ടവനാ നമ്മൾ. നീ എന്റെ ബന്ധനത്തെ അഴിച്ചു. ഈ ദൈവദാസൻ എന്നോട് ഇഷ്ടം പോലെ സമയം തന്നിട്ടുണ്ട് പ്രസംഗിക്കാൻ. ഞാൻ വന്നപ്പോഴേ പറഞ്ഞു, ഞാൻ ഇത്രയൊന്നും ഇപ്പൊ എനിക്ക് വയ്യ. ഇപ്പം ഞാൻ ഇന്ന് ഇങ്ങോട്ട് കണ്ട എന്നെ വണ്ടി ഓടിച്ചു വന്ന സാധനം അറിയാം. ഈ കാറിൽ ഇരിക്കുമ്പം 20 സ്ഥലത്ത്, അത് ചോദിച്ചാൽ അടുത്ത് വന്ന് പ്രസംഗത്തിന് വിളി വന്ന് കാണും. 20 വന്ന് വലിയ യോഗങ്ങളാ. ഒരു മീറ്റിങ്ങിൽ കൂടുതൽ ഇപ്പം ഞാൻ പോകില്ല. രാവിലെ ഒന്നി അല്ലെ വൈകിട്ട്. പിന്നെ ഇവിടെ നിൽക്കുന്നതിൻ്റെ ശക്തി ഈ ഇരിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. മൈക്കിൻ്റെ പച്ചയും നിങ്ങളുടെ പ്രാർത്ഥനയും. നീ എൻ്റെ ബന്ധനത്തെ അഴിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് ഞാൻ ഈ യൂണിയൻ കൺവെൻഷനൊക്കെ വെല്ലുവിളിച്ച് ചോദിച്ചിട്ടുണ്ട്, സ്തോത്രം പറയാമോ എന്ന്. എനക്കല്ല, ചിലർക്ക് കൈ അടിക്കണം എന്നുണ്ട്, പക്ഷെ സാധിക്കില്ല. ചിലർക്ക് സ്തോത്രം പറയണമെന്നുണ്ട്, നാവിന്ന് വരില്ല. ആരുടെ വായിന്ന് ആ സ്തോത്രം വരുന്നറിയാമോ? നീ എൻ്റെ ബന്ധനത്തെ അഴിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. പോരാ പോരാ, ബന്ധനം അഴിയപ്പെട്ടവനെ ദൈവത്തെ ആരാധിക്കാൻ കഴിയൂ. ബന്ധനം അഴിയപ്പെട്ടവനെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയൂ. കൈകളടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിക്ക്. ഇതിനകത്ത് ആരെങ്കിലും ബന്ധനസ്ഥരുണ്ടെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, അഴിയട്ടെ ബന്ധനങ്ങൾ. ഹല്ലേലൂയ. നീ എന്റെ നുകത്തെ അഴിച്ചു, എന്റെ ബന്ധനത്തെ നീ അഴിച്ചിരിക്കുന്നു. ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല. അഭിഷേകം മുഖത്തെ തകർക്കും. ഇന്ന് പകൽ ഇവിടെ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ ദുഷ്ടന്റെ ബന്ധനങ്ങൾ അഴിയപ്പെടട്ടെ. മുഖങ്ങൾ അഴിയട്ടെ, മുഖങ്ങൾ അഴിയട്ടെ. കരങ്ങളുടെ ശരീരഭാഷ ദൈവത്തെ സ്തുതിച്ചോ. നിന്റെ തലമുറ എവിടെയാണോ ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല. നിന്റെ മേൽ, നിന്റെ സന്താനത്തിന്മേൽ ഹല്ലേലൂയ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിപ്പാൻ പാടില്ല. നാം ഇവിടെ ആരാധിക്കുമ്പോൾ ആ മുഖങ്ങൾ തകർക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഞാൻ നിന്റെ ദാസനാണ്, നിന്റെ ദാസിയുടെ മകനാണ്. യോനയ്ക്ക് ആ ബോധമൊന്നുമില്ലായിരുന്നു. പുള്ളി പറഞ്ഞു, ഞാൻ എബ്രായനാ, ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ബോധം ഉണ്ടായിരുന്ന അനുസരണക്കേട് കാണിക്കില്ലായിരുന്നു. ഞാൻ കൂടെ പറയാറുണ്ട്, ദൈവമക്കളെ, നമ്മൾ ആരാണെന്ന് നമുക്കൊരു തിരിച്ചറിവ് വേണം.
മാസിഡോണിയൻ ചക്രവർത്തിയായിരുന്ന ഫിലിപ്പ് രാജാവിൻ്റെ, സിനിസാറിന് ഇതൊക്കെ നന്നായി അറിയാവുന്ന ആളാണ്, മകൻ അലക്സാണ്ടർ യൗവനാരംഭത്തിൽ മോശമായ കൂട്ടുകെട്ടിലൂടെ പോയി. ബുദ്ധിമാനായിരുന്നു അലക്സാണ്ടർ, നിങ്ങൾക്കറിയാം അലക്സാണ്ടർ ഗ്രേറ്റ്. അപ്പം ഫിലിപ്പ് രാജാവ് തൻ്റെ മന്ത്രിസഭയിലെ ജ്ഞാനിയായ മനുഷ്യനെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ മോനെ അഴുക്കായ കൂട്ടുകെട്ടുകാരുടെ അടുക്കൽ പോന്നു, കൂട്ടുകെട്ടുകളിൽ പോന്നു, അവൻ്റെ കൂട്ടുകാരൊക്കെ മോശക്കാരാ, തെരുവിലെ പിള്ളേരാ, എങ്ങനെയാണ് ഇവനെ ഒന്ന് നേരെയാക്കുന്നത്? ഫിലിപ്പ് രാജാവ് തൻ്റെ ബുദ്ധികൂർമ്മതയുള്ള മന്ത്രിസഭയിലെ ജ്ഞാനിയായ മനുഷ്യനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാജൻ ഒരവസരം എനിക്ക് തരൂ, ഞാൻ രാജകുമാരനോട് സംസാരിക്കട്ടെ. ഫിലിപ്പ് രാജാവിൻ്റെ മകൻ അലക്സാണ്ടറിനെ ഒരു ദിവസം രാജഗുരു വിളിച്ചുകൊണ്ട് പോയിട്ട് 2 ചോദ്യമേ ചോദിച്ചുള്ളൂ. എന്നെ നോക്കൂ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ. 1, നീ ഇപ്പോൾ ആരാണ്? 2, നീ ആരാകാൻ ഉള്ളവനാണ്? ചിന്തിക്കാൻ പറഞ്ഞു. നീ ഇപ്പോൾ ആരാ? നീ ആരാകാൻ ഉള്ളവനാണ്? ബുദ്ധിമാനായ അലക്സാണ്ടർ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ ഇപ്പോൾ രാജകുമാരനാണ്, ഭാവിയിൽ ഈ രാജ്യത്തിൻ്റെ ചക്രവർത്തിയാകേണ്ടവനാണ് ഞാൻ. നീ ഇപ്പോൾ ആരാ? കാൺമീ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നമ്മളിപ്പോൾ ആരാ? പറ ദൈവമക്കളെ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഞാൻ പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ആരാ? വേദപുസ്തകം നമ്മളെ വിളിക്കുന്ന എന്തൊക്കെയാ? ദൈവമക്കൾ, വീണ്ടെടുക്കപ്പെട്ടവർ, സ്വർഗീയ പൗരന്മാർ, വിശുദ്ധന്മാർ, വിളിക്കപ്പെട്ടവർ, മൃതന്മാർ, നീതീകരിക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ വക, സ്വന്തം ജനം, ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ തോട്ടം, നിർമ്മല കന്യക, മണവാട്ടി, കാന്ത, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവത്തിൻ്റെ മനുഷ്യൻ, ഹല്ലേലൂയ, ലോകത്തിൻ്റെ വെളിച്ചം, ലോകത്തിൻ്റെ ഉപ്പ്, വെളിച്ചത്തിൻ്റെ മക്കൾ, പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ, ക്രിസ്തുവിനോടുകൂടി കൂട്ടവകാശികൾ. ഇപ്പോൾ നാം ദൈവമക്കൾ, എന്നാൽ ഭാവിയിൽ നാം രാജാക്കന്മാർ, രാജകീയ പുരോഹിത വർഗം. ഈ രാവിലെ നമുക്ക് അന്തസ്സുണ്ടോ? ആ അഭിമാനമുണ്ടോ? ആ പുകഴ്ചയുണ്ടോ? നിനക്ക് ആ യോഗ്യതയുണ്ടോ? ആ കോളിങ്ങിനനുസരിച്ചുള്ള ഹല്ലേലൂയ ഡിഗ്നിറ്റി ഉണ്ടോ? ഒന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, ഞാൻ അന്തസ്സുള്ളവനാ, ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാ, ഞാൻ യേശുവിന്റെ രക്തത്താൽ കല്ല് പ്രാപിച്ചവനാ, ഞാൻ ദൈവകുഞ്ഞാ, ഞാൻ ദൈവത്തിന്റെ പൈതലാ. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. ഒളിയുടെ ശ്രേഷ്ഠത. ഒന്ന്, നാം ആരാണെന്നറിയുക. 2, നാം സേവിക്കുന്ന ദൈവം ആരെന്ന് അറിയുക. ഇത് 2 പെന്തക്കോസ്തുകാരൻ മറന്നുപോയി. ഇസ്രായേൽ പ്രത്യേകിച്ച് മറന്നു. അവരാരാണ്? തെരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ സ്പെഷ്യൽ പ്ലാനിൽപ്പെട്ടവർ, ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയിൽപ്പെട്ടവർ. ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറയാം, ദൈവമക്കളെ, നമ്മളാരും ഇവിടെ വലിഞ്ഞു കയറി വന്നവരല്ല, ദൈവം നമ്മെ തെരഞ്ഞെടുത്തവരാ. പോരാ, ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാ. നമ്മളെ വിളിച്ചതൊരു പാസ്റ്റർ അല്ല, നമ്മെ വിളിച്ചത് തേജോമനായ ദൈവമത്രേ. ഞാൻ ഒന്നുകൂടെ പറയാം, അമ്പരചുംബികളായ ദേവാലയങ്ങൾ വിട്ടിറങ്ങി 1500, 2000, 3000 ആളുകൾ ആരാധിക്കുന്ന ഇടം വിട്ട് കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയ നിങ്ങളാരും ഒരു മനുഷ്യനെ കണ്ടിറങ്ങിയവരല്ല. ഒന്നുകൂടെ ഞാൻ പറയാം, സംഘടനയെ കണ്ട്, നേതാക്കന്മാരെ കണ്ടിറങ്ങിയവരല്ല. നാം ഇറങ്ങിയത് തേജോമനായ ദൈവത്തെ കണ്ടത്രേ. നീ കൂടെ പറയണം, ഞാൻ ഇറങ്ങിയത് മനുഷ്യനെ കണ്ടല്ല, ഞാൻ ഇറങ്ങിയത് ദൈവത്തെ കണ്ട. ഞാൻ ഇറങ്ങിയത് പാസ്റ്ററെ കണ്ടല്ല, ഞാൻ ഇറങ്ങിയത് ദൈവത്തെ കണ്ട. ഞാൻ ഇറങ്ങിയത് സംഘടന കണ്ടല്ല, ഞാൻ ഇറങ്ങിയത് എന്റെ ദൈവത്തെ കണ്ട. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട് ശക്തിയോട് എല്ലാവരും.
ഹല്ലേലൂയ. നാം ആരെന്നറിയുക. നമ്മുടെ ദൈവം ആരെന്നറിയുക. വേദവസം പറയുന്നു, ബുദ്ധിമാന്മാർ പലരും വീഴും. അന്ത്യകാലത്ത് അനേക ബുദ്ധിമാന്മാർ വീണുകൊണ്ടിരിക്കുക, വന്നിടത്തേക്ക് പലരും പൊക്കോണ്ടിരിക്കുക. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിൽക്കും. പാസ്റ്ററെ അറിയുന്നവർ ഉറച്ചു നിൽക്കുന്നല്ല, എന്തോ പരിശുദ്ധാത്മാവ് പിന്നെയും പിന്നെയും പറയുക. മോശ പോവും, പക്ഷേ ദൈവം ഒരു യോശുവയെ കണ്ടെത്തിയിരിക്കും. ഏലിയാ പോവും, ഒരു എലീശയെ ദൈവം കണ്ടെത്തിയിരിക്കും. സ്തോത്രം. നീ നിൽക്കേണ്ടത് തേജോമനായ ദൈവത്തെ നോക്കിയത്രേ. ഹല്ലേലൂയ. തങ്ങളുടെ ദൈവത്തെ അറിയുന്നതിനെ ഉറച്ചു നിൽക്കും. ഏലിയാവ് ആഹാബിന്റെ കൊട്ടാരക്കെട്ടിൽ ചെന്ന് രാജാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, 1 രാജാക്കന്മാർ 17:1, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഗിലെയാദിലെ തിശ്ബിയിലെ തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല. ഏലിയാവിന് അറിയാം അവൻ സേവിക്കുന്ന ദൈവം ആരാന്ന്. അവൻ സേവിക്കുന്ന ദൈവം ആരാണ്. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യില്ല. ഏലിയാവിനറിയാം അവൻ സേവിക്കുന്ന ദൈവം ആരാണ്. ഈ ഏലിയാവ് രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവിൻ്റെ മുഖത്ത് നോക്കി ദൂത് പറയുകയാണ്. ആ കൊട്ടാരത്തിൽ ചെന്നിട്ട് ജീവനോട് പോകാൻ കഴിയില്ല. പക്ഷേ പറഞ്ഞയച്ച ദൈവമാണെങ്കിൽ സൂക്ഷിപ്പാനും അവൻ ശക്തനത്രേ. സ്തോത്രം. ഈ ഏലിയാവിനെ അന്വേഷിക്കാൻ ഇനി ഇടവില്ലെന്നാ അവിടെ എഴുതിയിരിക്കുന്നത്. ഈ ആഹാബ് കുറച്ച് ആളുകളും കൊണ്ട് ഏലിയാവിനെ, അതിപ്പം കർത്താവ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, മൊത്തം തരയുക. പക്ഷേ ഏലിയാവിനെ കൈ കിട്ടിയില്ല. ഒരു ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ തന്നെ പോയി കാണ്. അപ്പം ഒബദ്യാവ് പറയുക, നിന്നെ അന്വേഷിക്കാൻ ഇനി ഇടവില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആഹാബിൻ്റെ മൂക്കിന് താഴെ ഏലിയാവുണ്ടായിരുന്നു. പക്ഷെ ആഹാബിന് കാണാൻ കഴിഞ്ഞില്ല. പരിശുദ്ധാത്മാ പറയുന്നു, പിശാചി കാണാത്തൊരു മറവിടം ദൈവം നിനക്കാവരുക്കും. ഓ ക്ഷമ, പിശാചി കാണാത്തൊരു ഒളിവിടം ദൈവം നിനക്കായി ഒരുക്കും. ദുഷ്ട പിശാചി കാണാത്തൊരു മറവിടം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം ഒരുക്കും. സ്തോത്രം. രണ്ടാമത്തെ മോളെ വായിച്ചേ, ആരാ വായിക്കുന്നേ? അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം 23-ാം വാക്യം വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം 23-ാം വാക്യം. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന് പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പിൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. കൈയൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ആ കപ്പൽ തകരാൻ പോവാ. എല്ലാവരും നിലവിളിക്കുക. ഭക്ഷണം പോലും കഴിക്കാതിരിക്കുമ്പോൾ രാത്രി ദൈവദൂതെന്ന് വന്ന് പറഞ്ഞു, ദൈവത്തിന്റെ ദാസനോട് പറഞ്ഞു, നീ കൈസരുടെ മേൽ നിൽക്കേണ്ടതാകുന്നു. പിറ്റേ ദിവസം പൗലോസ് പറയാ, അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്നിൽ നിവർത്തിക്കാൻ പോകുന്നത് നക്ഷത്ര ഫലമല്ല, മന്ത്രവാദിയുടെ ഫലമല്ല, ഹല്ലേലൂയ, ആഭിചാരകന്റെ ഫലമല്ല, രാഗുവല്ല, ഹേതുവല്ല, ദോഷ്ടപിശാചേ നിന്റെ ഒന്നുമല്ല. എന്നിൽ നിവർത്തിക്കപ്പെടാൻ പോകുന്നത് എൻ്റെ ദൈവം, എൻ്റെ ഉടയവൻ, എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ എന്നോട് ചേർന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിവർത്തിക്കും. കരമടിച്ചേ, ശക്തിയോടെ വാ തുറന്നേ, ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, യേശുവിന്റെ നാമത്തിൽ പറ. നിന്നോട് ഡോക്ടർ പറഞ്ഞതല്ല, വൈദ്യശാസ്ത്രം പറഞ്ഞതല്ല, അയൽക്കാരൻ പറഞ്ഞതല്ല. നീ വിശ്വസിക്കേണ്ടത് നിന്റെ ഉടയവനും നീ സേവിക്കുന്നവനുമാകുന്ന നിന്റെ ദൈവം പറഞ്ഞത് നിവർത്തിക്കും.
അതാ തൻ്റെ ഇടം. എൻ്റെ ദൈവം എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൈസറുടെ അരമനയിൽ നിൽക്കും. ദൈവം പറഞ്ഞു, അത് സംഭവിക്കും. ദൈവം നിന്നോട് പറഞ്ഞത് സംഭവിക്കും. അതാ എബ്രായ ബാലന്മാർ പറഞ്ഞത്, ഇതിന് ഉത്തരം പറയേണ്ട ആവശ്യമേ ഇല്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ തീക്കകത്തു നിന്ന് വിടുവിക്കും. വിടുവിക്കും. ഈ തകയ്ക്കകത്ത് നിന്ന് വിടുവിക്കും. ഇന്ന വിടുവിച്ചില്ലെങ്കിലും നീ നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ഞങ്ങളുടെ കർത്താവിന് കഴിയും വിടുവിക്കാൻ. സ്തോത്രം. ശക്തിയോട് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞതാ, ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ ദൈവത്തിന് നമ്മെ തീക്കകത്തിടാതെ വിടുവിപ്പാൻ കഴിയും. എന്നാൽ തീയുടെ ബലം കെടുത്തി വിടുവിപ്പാനും നമ്മുടെ ദൈവശക്തനത്രേ. നമ്മുടെ ദൈവത്തിന് നമ്മെ സിംഹക്കൂട്ടിലിടാതെ വിടുവിപ്പാൻ കഴിയും. എന്നാൽ സിംഹങ്ങളുടെ വായടച്ച് വിടുവിപ്പാനും ദൈവശക്തനത്രേ. അതെ, ഞാൻ പറയാം, ക്യാൻസർ വരാതെ കാക്കാൻ, ഡയബറ്റീസ് വരാതെ കാക്കാൻ, ഹാർട്ട് അറ്റാക്ക് വരാതെ കാക്കാൻ, കോവിഡ് വരാതെ കാക്കാൻ നമ്മുടെ കർത്താവിന് കഴിയും. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാം, കോവിഡിന്റെ വായിൽ നിന്ന്, ഹാർട്ട് അറ്റാക്കിന്റെ വായിൽ നിന്ന്, ബ്ലഡ് പ്രഷറിന്റെ വായിൽ നിന്ന് നിന്നെ വിടുവിപ്പാനും എൻ്റെ ദൈവശക്തനത്രേ. പോരാ പോരാ പോരാ, എല്ലാവരും ശക്തിയോടെ ആരാധിക്കൂ. ശക്തിയോടെ. എനിക്ക് തോന്നുന്നു 20 വർഷം മുമ്പ്, ഇന്ന് ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നൊരു അച്ചാൻ ഇവിടെ കണ്ടു. 20 വർഷം മുമ്പ് നമ്മളിവിടുന്ന് നമ്മുടെ സഭ പാലക്കാട് വെച്ച് ഒരു യോഗം നടത്തി. ആ പകൽ ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നു. അതെ, ഇപ്പം ഞാൻ കയറി വന്നപ്പോൾ പറഞ്ഞത്, എനിക്ക് തോന്നി 10-20 വർഷമായി അവിടെ ഞാൻ പ്രസംഗിച്ചത്. അദ്ദേഹത്തിനോട് ഞാൻ മറന്നുപോയി. അദ്ദേഹം പറഞ്ഞു, സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമള്ളും. ഈ ദൂത് ഇപ്പം ഞാൻ ആവർത്തിക്കാൻ കാരണം, ആർക്കോ ഈ ദൂത് വേണമെന്ന് വർഷ പറയുന്നുണ്ടാ. സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. നാസാൽ എന്ന പദമാ, എന്നെ വലിച്ചെടുക്കണമേ. സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ വലിച്ചെടുക്കണമേ, എന്നെ വലിച്ചെടുക്കണമേ. കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളും. കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളും. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ദൈവദാസ്, ഞാൻ വിളിച്ച് പറയുന്ന ആളല്ല, എന്നോട് ദൈവദാസൻ കേട്ടില്ലേ? സ്തോത്രം സ്തോത്രം സ്തോത്രം. അദ്ദേഹം 10 ദിവസമായി വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ വളരെ നിരാശപ്പെട്ട് ആരോ വിളിച്ച യോഗത്തിൽ വന്നിരുന്ന അന്ന് പറഞ്ഞു, നിന്നെ സിംഹത്തിൻ്റെ വായിൻ്റെയും വലിച്ചെടുക്കും, കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ. എന്താ കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിട എന്ന് പറഞ്ഞാൽ ഒരു കാട്ടുപോത്തല്ല, അനവധി കാട്ടുപോത്ത്. ഈ കാട്ടുപോത്തിൻ്റെ കൊമ്പ് ബലമുള്ള കൊമ്പാ. കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾ അല്ലേ, കാട്ടുപോത്ത് തന്നെ ശക്തിയുള്ളതാ, യജമാനെ അനുസരിക്കാത്തതാ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആനിമൽ പ്ലാനറ്റിലുമൊക്കെ ഈ അനേക കാട്ടുപോത്തുകൾ ഒന്നിച്ചു വന്നാൽ സിംഹം രക്ഷപ്പെടില്ല. ഈ ബോൾ തട്ടുന്ന പോലെ സിംഹത്തെയൊക്കെ ഈ കാട്ടുപോത്ത് തൊട്ടുന്ന കാണാം. അങ്ങോട്ട് തട്ടുന്നു, ഇങ്ങോട്ട് തട്ടുന്നു. കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ ഒരാന അകപ്പെട്ടാൽ രക്ഷപ്പെടില്ല. ബലമേറിയ ജീവി കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ കാട്ടിലെ ശക്തിയുള്ള ആനയകപ്പെട്ടാൽ രക്ഷപ്പെടില്ല. കാട്ടിലെ രാജാവായ സിംഹം അകപ്പെട്ടാൽ രക്ഷപ്പെടില്ല. അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നു, കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ ഒരാടകപ്പെട്ടാലോ? ഒരാടകപ്പെട്ടാൽ രക്ഷപ്പെടുമോ? ഇന്ന് രാവിലെ പരിശുദ്ധാത്മാ പറയുന്നു, കാട്ടിലെ രാജാവായ സിംഹം രക്ഷപ്പെടാത്തിടത്ത്, കാട്ടിലെ ഏറ്റവും ബലമേറിയ ജീവിയായ ആന രക്ഷപ്പെടാത്തിടത്ത്, ദൈവത്തിന്റെ ആടേ നീ രക്ഷപ്പെടും. ദൈവം നിന്നെ രക്ഷപ്പെടുത്തും. കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ അവൻ നിനക്ക് ഉത്തരമരുളും. ഒരു കാട്ടുപോത്തല്ല, അനവധി കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിലാണ് ഈ രാവിലെ നീ കുടുക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും അവൻ നിന്നെ രക്ഷപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ അതാ, നമ്മുടെ ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയണം. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിൽക്കും. അറിയേണ്ടതുപോലെ അറിയണം. ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയണം. എബ്രായ ലേഖനത്തിലുണ്ട്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി. അതുകൊണ്ട് ഭയത്തോടും വിറയലോടും കൂടെ ദൈവത്തെ സേവിക്കണം. ഈ അതിപരിചയം
ബഹുമാനമില്ലാതാക്കും. സ്വാഭാവിക. ഇപ്പം ഭീമാനച്ചനെ ദൂരെ നിന്ന് കാണുമ്പോഴുള്ള ബഹുമാനം ഒത്തിരി അടുത്ത് കഴിഞ്ഞാൽ കിട്ടില്ല. അതുപോലെയാണ് ഈ ദൈവത്തോടുള്ള അതിപരിചയം നിമിത്തം ദൈവഭയം പെന്തക്കോസ്തുകാരന് കുറഞ്ഞു. ഈ വേദപുസ്തകത്തിൽ നീ 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 എഴുതിയേക്കുന്നില്ലേ? നമ്മൾ ചോദിച്ചേക്കും ദൈവത്തിന് ബഹുമാനമില്ല എടുത്തേക്കാന്ന്. യഹൂദൻ യാഹുവേ എന്നുള്ള പേര് എഴുതാൻ തുടങ്ങുമ്പോൾ അതുവരെ എഴുതിയ എഴുത്തുപോലും മാറ്റി വെച്ചിട്ട് പുതിയൊരു കോലെടുക്കും. എഴുത്തുപോലെ കയ്യും കാലും കഴിയിട്ട് ആ വാക്ക് നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥ. അത്ര ഭയഭക്തിയാണ്. ഇപ്പം എന്നെ പറ്റിയത് ഇതൊക്കെ വളരെ ലക്ഷങ്ങൾ വിലയുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത്. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഒക്കെ. നിങ്ങളുടെ ടി വി നിങ്ങൾ വളരെ സൂക്ഷിച്ച് വെക്കുന്നൊരു സാധനം അത് നന്നാക്കാൻ കൊണ്ട് കൊടുത്ത ടി വി കടയിൽ, നിങ്ങളുടെ ഫ്രിഡ്ജ്, നിങ്ങളുടെ വാഷിംഗ് മെഷീൻ, നിങ്ങളുടെ ക്ലോക്ക്, നിങ്ങളുടെ ടേപ്പ് റെക്കോർഡർ, അവനവിടെ താഴെ ഇട്ട് തട്ടും അല്ലേ? പുള്ളി ഇത് എന്തുമാത്രം കണ്ടതാ. ഇതുപോലായി പോയി പെന്തക്കോസ്തുകാരന് ദൈവം 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 എന്ന് പറഞ്ഞാ ഭയം പോയി. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നികൂടെയാണ്. ഈ മോശയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഞാനതൊക്കെ കരഞ്ഞുകൊണ്ടേ പ്രസംഗിക്കൂ. ഭൂലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. ദൈവ സർട്ടിഫിക്കറ്റ് നൽകി ഇതുപോലെ സൗമ്യനില്ല. ഫസ്റ്റ് പരിശുദ്ധാത്മാവ് തന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിസൗമ്യനായവനോട് ദൈവം തമ്പുരാൻ പറഞ്ഞു. ഞാനും അവിടെ പോയി നിന്നിട്ടുണ്ട്, നിങ്ങളും കാണും. പിസ്കാ കൊടുമുടിയിൽ കയറിക്കൊണ്ടോ അങ്ങോട്ട് നോക്കി കണ്ടോ, നീ അത് കണ്ണുകൊണ്ട് കാണും, പക്ഷെ അതിൽ കടക്കില്ല. എന്താ കാരണം? ഞാൻ നിന്നോട് പറഞ്ഞു കൽപ്പിക്കാൻ, നീ അടിച്ചു. എന്തോ നിസ്സാരമല്ലേ? എനിക്കതൊക്കെ വലിയ ഇഷ്ടമാണ്. ഭൂമിയിൽ ഒരുത്തൻ്റെ ശവം അത്യുന്നതനായവൻ അടക്കിയെങ്കിൽ, മഹോന്നതനായവൻ തൻ്റെ കൈ കൊണ്ട് അടക്കിയെങ്കിൽ അത് മോശയുടേതാ. ആ പുള്ളി മോശക്കാരനാണോ? മോശ വിചാരിച്ച് ദൈവം മറന്നെന്ന്. കൽപ്പിക്കാൻ പറഞ്ഞതേ ഉള്ളൂ, പുള്ളി അടിച്ചു. അടിച്ചോണ്ട് വെള്ളം വരാതിരുന്നില്ല, വെള്ളം വന്നു. ജനത്തിൻ്റെ മധ്യേ വെച്ച് തൻ്റെ ദാസനെ നാണം കെടുത്തിയില്ല ദൈവം. ജനമധ്യത്തിൽ വെച്ച് നമ്മളെ നാണം കെടുത്തുന്നവനല്ല നമ്മുടെ ദൈവം. പുള്ളിക്കാരൻ വെച്ച് ദൈവം അത് മറന്നു കളഞ്ഞെന്നില്ല. നിന്നോട് ഞാൻ പറഞ്ഞില്ലയോ, നീ കാണും കടക്കില്ല. എഴുതിയിരിക്കുന്ന മോശയ്ക്ക് ജനം നിമിത്ത കനാലിൽ കടക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ ദൈവത്തിൽ ഭയപ്പെടണം, നിഗളിക്കരുത്. നമ്മളാകുന്ന ദൈവത്തിൻ്റെ കരുണയാലത്രേ. കൃപയെന്നല്ലാതെ ഒന്നും പറയാനില്ല. ദൈവത്തിൻ്റെ ദയ എന്നല്ലാതെ എന്തു പറയാൻ? ആരാണ് ദൈവം? ഞാൻ ദൈവത്തിന് വേദപുസ്തകം കൊടുത്ത ചില പദങ്ങൾ ഞാൻ പറയാം, നിങ്ങൾക്കറിയാമെങ്കിലും. ഈ ദൈവം ആരാന്നൊന്നും മനസ്സിലാക്കാൻ ജസ്റ്റ് 7 പദങ്ങൾ എബ്രായ ഭാഷയിൽ ദൈവത്തിന് കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിൽ 20,000 പ്രാവശ്യം ദൈവം എന്ന പദമുണ്ട്. ഇംഗ്ലീഷിൽ ഗോഡ്, ലോർഡ്, ലോർഡ് ഗോഡ്, ദൈവം, കർത്താവ്, ദൈവമായ കർത്താവ് എന്ന 3 പദങ്ങൾ ഉപയോഗിക്കുന്നു. ആദിയിൽ ദൈവം, എലോഹീം.
എന്ന പദത്തിൽ ആരംഭിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് ഇരിക്കട്ടെ എന്നാണ് ബൈബിൾ അവസാനിപ്പിക്കുന്നത്. ആദിയിൽ പറഞ്ഞേ ദൈവം. ഏത് ദിവസം ആരംഭിക്കുന്ന? ആദിയിൽ ദൈവം. ആദിയിൽ മനുഷ്യനല്ല, ആദിയിൽ മതമല്ല, ആദിയിൽ ദൈവം. ഒരു പ്രശസ്തമായ ഗാനം ഞാൻ കേട്ടിട്ടുണ്ട് യേശുദാസിൻ്റെ. നിങ്ങളും കേട്ട് കാണുക, ഈ വഴിയിലൊക്കെ പോകുമ്പോൾ കേൾക്കാം. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതവും ചേർന്ന് മണ്ണു പങ്കിട്ടു. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? ഉണ്ട്. അതിൻ്റെ കൂടെ പോകുമ്പോൾ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതവും ചേർന്ന് മണ്ണു പങ്കിട്ടു. എന്നാൽ ഇന്ന് രാത്രി ഫെയ്ത്ത് സിറ്റിയിൽ നിന്ന് ഞങ്ങൾ വിളിച്ചു പറയാം, ഇവിടുത്തെ പല ദൈവങ്ങളെയും മതങ്ങളും മനുഷ്യനും സൃഷ്ടിച്ചതാണെങ്കിൽ ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞാൻ നിർമ്മിച്ച ദൈവമല്ല, എന്നെ നിർമ്മിച്ച ദൈവം. ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം ഞാൻ ചുമക്കുന്ന ദൈവമല്ല, എന്നെ ചുമക്കുന്ന ദൈവം. ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം ഞാൻ വില കൊടുത്ത് വാങ്ങിയവനല്ല, എന്നെ വിലയ്ക്ക് വാങ്ങിയ ദൈവം. ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ രക്തം ഊറ്റിക്കുടിക്കുന്ന രക്തദാഹിയല്ല, എനിക്ക് രക്തം നൽകി എന്നെ വീണ്ടെടുത്ത ദൈവം. ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം ഞാൻ സൂക്ഷിക്കുന്ന ദൈവമല്ല, എന്നെ സൂക്ഷിക്കുന്ന ദൈവം. ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ ദാനം കൊണ്ട് ജീവിക്കുന്നവനല്ല, എനിക്ക് ദാനമായി സകലം തരുന്ന ദൈവം. ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം പീവത്സ രൂപിയല്ല, അവൻ സുന്ദര സ്വരൂപിയാത്രേ. കൈകളടിച്ച് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്ത്. എൻ്റെ ദൈവം ഞാൻ നിർമ്മിച്ചവനല്ല, എന്നെ നിർമ്മിച്ചവൻ. ഞാൻ സൂക്ഷിക്കുന്നവനല്ല, എന്നെ സൂക്ഷിക്കുന്നവൻ. എൻ്റെ ദാനം കൊണ്ട് കഴിയുന്നവനല്ല, എനിക്ക് ദാനമായി സകലവും തരുന്ന ദൈവം. ഒരിക്കൽ നമ്മളും അങ്ങനെയുള്ള ദൈവങ്ങളുടെ പുറകെ പോയി. ജീവനുള്ള സത്യ ദൈവത്തെ അറിയാൻ ദൈവം ഭാഗ്യം നൽകി. ദൈവത്തിന് കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ പദം എല്ലോഹീം എന്ന പദമാണ്. നിങ്ങൾക്കറിയാം 2700 പ്രാവശ്യം വിശുദ്ധ വേദപുസ്തകത്തിൽ ആ പദമുണ്ട്. എല്ലോഹീം, എവർലാസ്റ്റിംഗ് ഗോഡ്, ക്രിയേച്ചർ, സെൽഫ് എക്സിസ്റ്റിംഗ് ഗോഡ്, നിത്യനായവൻ, സൃഷ്ടാവായവൻ, താനായി തന്നെ നിലനിൽക്കുന്നവൻ. യെശയ്യാവ് 40:28 നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അതാണ് യോന 1:9. ഞാനൊരു എബ്രായൻ. അടുത്ത പദം എന്താ? ഞാനൊരു എബ്രായൻ, കരയും കടലും ഉണ്ടാക്കിയ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. സർവ്വജരാജ്യങ്ങളെ ഉണ്ടാക്കിയ ദൈവം. 121 സങ്കീർത്തനം. ഞാൻ എൻ്റെ കണ്ണ് പറഞ്ഞേ പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ. കൈ ഉയർത്തിപ്പിടിച്ച് പറയോ മക്കളെ, ആകാശഭൂമിക്കുടയവസ്ഥൻ, കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായി സകലത്തെയും നിർമ്മിച്ചവൻ, സർവത്തെയും തൻ്റെ വ്യാപാര ശക്തിയാൽ വഹിക്കുന്നവൻ, പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവൻ, സൂര്യചന്ദ്രന്മാരെ ഉണ്ടാക്കിയവൻ, നക്ഷത്ര ഗോളങ്ങളെ ഉണ്ടാക്കിയവൻ, സകലത്തെയും തന്റെ വ്യാപാര ശക്തിയിൽ വഹിക്കുന്നവൻ. ഈ ദൈവത്തെ ആപ്പച്ച എന്ന് വിളിക്കാൻ ഭാഗ്യം കിട്ടിയ ദൈവം ഇതിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുള്ളും വൻകീരിൽ. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകീരിൽ. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകീരിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ.
സഹായം യെസ്. വാനം ഈ പാട്ടുകള് ഈ വെള്ളം ഒഴിക്കുന്ന പാത്രം അനുസരിച്ച് മാറുന്നു പറഞ്ഞ പോലെയാണ്. ഈ പാട്ടുകളുടെ സന്ദർഭം അനുഭവത്തിൻ്റെ അനുസരിച്ച് മാറും, ഇല്ലേ സാറേ? ഞാൻ അനേക ഇടങ്ങൾ 35 വർഷമായി ഞാൻ കൺവെൻഷൻ സ്റ്റേജിൽ പ്രസംഗം തുടങ്ങിയിട്ട് 3.5 പതിറ്റാണ്ടാകുന്നു. നിങ്ങൾക്കറിയാമല്ലോ, 3.5 പതിറ്റാണ്ട്. അപ്പം ദൈവകൃപ ആദ്യമൊക്കെ ഈ ബസ്സിലായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ബസ് എന്ന് പറഞ്ഞാൽ ബസ് കണ്ടാൽ ഛർദ്ദിക്കുന്നവനാണ് ഞാൻ. അപ്പോൾ ബസ്സിൽ കയറി ഛർദ്ദിച്ചാകെ ഇതായിട്ടാണ് പ്രസംഗ സ്ഥലത്ത് ചെല്ലുന്നത്. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അത് കഴിഞ്ഞ് തിരിച്ച് ഛർദ്ദില്ല. ചില അപൂർവ ഇടങ്ങളിൽ കിടക്കേണ്ടി വരും. അപ്പം ചില ഇടങ്ങളിൽ ഞാൻ കിടക്കുമ്പോഴൊക്കെ 2 മണിക്കാണ് കിടക്കുന്നെങ്കിലും കുടുംബ പ്രാർത്ഥനയുള്ള വീടുകളുണ്ട്. നേരം വെളുക്കുന്നുണ്ടേ എഴുന്നേക്കും അപ്പച്ചന്മാർ അമ്മച്ചിമാർ എഴുന്നേറ്റ് പിള്ളേരെ വിളിച്ചിരുത്തി പ്രാർത്ഥിക്കും. അതൊക്കെ ഉണ്ടോ? രാവിലെ എഴുന്നേക്കും, പാട്ട് പാടും, തുടങ്ങും. അപ്പം ഞാനൊരിക്കൽ ഈ വെളുപ്പിനെയാണ് ഞാൻ ഉറങ്ങുന്നത്. ഒരു കൊച്ചു മുറി, ഒരു കൊച്ചു കട്ടില്. ഇതൊന്നും ഞാൻ പ്രസംഗിക്കാൻ നിന്നൊന്നുമല്ല. അപ്പോൾ ഈ 5 മണിയായിപ്പോൾ ഈ അപ്പച്ചൻ, ഞാൻ കിടന്നത് 2 മണിക്കും കണ്ട അവിടെ വന്നു. അപ്പം ഞാൻ ചുരുണ്ടുകൂടി അവിടെ കിടന്നു, ക്ഷീണം. അപ്പോൾ അപ്പച്ചൻ, മൃഗജാലങ്ങൾ ഉണർന്നിടുന്ന സമയത്തോ നീ കിടന്ന് മൃഗത്തെ കാളും ഞാൻ ചാടി എഴുന്നേറ്റ ദൈവമേ. പുള്ളി വന്നിരുന്ന് പറയാം, മൃഗത്തെക്കാൾ നിർവിചാരിയായി നീ കിടക്കുകയാണോ? കേരളത്തിൽ ഇപ്പോൾ ഒത്തിരി അധികം കല്യാണം നടത്തുന്ന ആളാണ് ഞാൻ. കഴിഞ്ഞ ദിവസം ഒരു കല്യാണം നിങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. 73,000 ആളുകളാണ് അതിൻ്റെ മെസ്സേജ് കണ്ടത്. എത്ര? 73,000 വിത്തിൻ 7 days പാസ്. മഹായോഗത്തേക്കാൾ വലുതല്ലേ? അപ്പം ഈ പരിശുദ്ധാത്മാവ് പറയാനായിട്ട് പോകത്തില്ലല്ലോ. നേരം സന്ധ്യയാകുമ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്കറിയാം, സഭ പലയിടത്തുനിന്ന് വന്നവരാണ് നമ്മൾ. പക്ഷെ സഭ ഏതായിരുന്നെങ്കിലും നമ്മുടെ പിതാക്കന്മാർ സന്ധ്യാകാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടിരുത്തും. സന്ധ്യാപ്രാർത്ഥന നടത്താതെ അത്താഴം വിളമ്പില്ലായിരുന്നു. അവർ പാടുന്ന അനേക പാട്ടുകളൊക്കെ ഞാൻ കല്യാണത്തിന് പറയുന്ന അത് ഇവിടെ അങ്ങ് പറയുന്നേ ഉള്ളൂ. ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ പാടിയേ. ആരും എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നതിലുല്ലാസമേ. എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നതിലുല്ലാസമേ. നമ്മളിത് സിയോൻ ഗീതാവലിയിൽ നിന്നും വേഴ്സ് മൂവിയിൽ നിന്നും പഠിച്ചതല്ല. നമ്മുടെ അപ്പനൊക്കെ ഇരുന്ന് പാടി ഉള്ളിൽ കയറി. അതുപോലെ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാം കൈവിടുമ്പോൾ, സ്വന്തം സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞാലും യൗസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണ്. ഇതൊക്കെ തലമുറയുടെ അകത്ത് കയറി. അതുകൊണ്ട് പ്രതിസന്ധി വന്നപ്പോൾ അവർ കയറി തപ്പിയില്ല, കണ്ടിച്ചാടിയില്ല, ഡൈവോഴ്സിന് പോയില്ല, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ നേരം വെളുക്കുമ്പം വെളുപ്പിനെ മക്കളെ വിളിച്ചിരുത്തി, കൊടുങ്കാറ്റുണ്ടി വനദേശതൻ പ്രിയനേ എന്നെ വീടല്ലേ. കൊടുങ്കാറ്റുണ്ടി വനദേശത്തു പ്രിയനേ എന്നെ വീടല്ലേ. കോതിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം അങ്ങു തീർക്കണേ. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു നഗ്നനായി തന്നെ പോകുമേ. ലോകത്തിൽ എനിക്കില്ല യാതൊന്നും, എൻ്റെ കൂടൊന്നു പോരുവാ. ഈ പാട്ടൊക്കെ അറിയാവുന്നൂടെ ഞാൻ നോക്കുക അവിടെ ഇന്ന് ആരൊക്കെ ഇത് പാടുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ഇരുത്തി പറഞ്ഞു, മക്കളെ ഒന്നുമില്ല, നഗ്നനായി വന്നു.
നഗ്നനായി പോകും. ഇവിടെ ആശ്രയിക്കാനൊന്നുമില്ല. ഇന്ന് രാവിലെ മക്കളോടുകൂടി ഇരുന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് എത്ര പേരുണ്ട്? ഒന്ന് കൈപൊക്കിക്കേ. ഇന്നലെ രാത്രിയിൽ കുടുംബമായിരുന്ന് പ്രാർത്ഥന, ഇവിടെ ഉപവാസ പ്രാർത്ഥനയായിരുന്നില്ലേ? അതുകൊണ്ട് രക്ഷപ്പെടാ. ഇന്നലെ ഉപവാസമായിരുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ ആരാധന കേട്ടുകൊണ്ടാണ് നാട്ടുകാർ ഉറങ്ങാൻ പോയിരുന്നത്. നമ്മുടെ പിതാക്കന്മാരുടെ പാട്ട് കേട്ടുകൊണ്ടായിരുന്നു നാട്ടുകാർ ഉണർന്നിരുന്നത്. നിങ്ങളിനി ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും 3 യാഗപീഠങ്ങളുടെ ദൈവവേല വേണം. ഒന്ന് പേഴ്സണൽ ആൾട്ടർ, വ്യക്തിപരമായ യാഗപീഠം. അവിടെ അപ്പനില്ല, അമ്മയില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, നീയും നിന്റെ ദൈവവും മാത്രം കൂട്ടിമുട്ടുന്നൊരിടം. ഉണ്ടോ? അതാണ് പേഴ്സണൽ ആൾട്ടർ. 2 ഫാമിലി ആൾട്ടർ, കുടുംബയാഗപീഠം. അവിടുത്തെ പ്രീസ്റ്റ്, അവിടുത്തെ പാസ്റ്റർ, ഗ്രഹനാഥൻ, അവിടുത്തെ വിശ്വാസി ഭാര്യയും മക്കളും. 3-ാമത്തതാണ് ചർച്ച് ആൾട്ടർ, സഭായാഗപീഠം. ഈ 3 യാഗപീഠം നിനക്ക് വേണം. ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിന്റെ കുടുംബയാഗപീഠം ഇടിയപ്പെട്ടെങ്കിൽ പണിതോണം. രാവിലെയും വൈകിട്ടും മക്കളെ ഇരുത്തി പാട്ടുപാടി ആരാധിക്കണം, വചനം പറഞ്ഞു കൊടുക്കണം. ഇവിടെ മാത്രമുള്ള അന്യഭാഷ പോരാ. കുടുംബയാഗപീഠം പണിയണം. ഈ തലമുറ, ചെറുപ്പക്കാർ, പാസ്റ്റർ എനിക്ക് മെസ്സേജ് ഇട്ടപ്പോൾ സന്തോഷവും നേരും ഒക്കെ ഉള്ള ഒരു തലമുറ വരട്ടെ എന്നല്ലേ. കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ടു. അതിന് കാരണം നിങ്ങളുടെ ആരുടെയും മൊബൈൽ ഇരിപ്പുണ്ടോ? മൊബൈലുണ്ടോ? ഇതിന് കാരണം എന്നാന്നറിയാവോ? രാത്രി വെളുപ്പിനെ 2 മണി വരെ ഇതാ പ്രയോഗം. കുത്തല്, തൂപ്പല്, തുടക്കല്. അയ്യോ, എല്ലാം പോയി ഇല്ലേ. ഉറങ്ങുന്നത് 2 മണിക്കാ. പിന്നെ എങ്ങനെ രാവിലെ എഴുന്നേക്കുന്നേ? ആദാമേ നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അതിന്റെ അർത്ഥം ആദാമേ നീ എവിടെ ആയിരിക്കേണ്ടവനാണെന്നാ. ഈ ദുഷ്ടതലമുറയിൽ 8 മണിക്ക് നിന്റെ മോൻ എവിടാ? 10 എവിടാ? കുടുംബ പ്രാർത്ഥന ഇല്ലാതെ രക്ഷപ്പെടില്ല. യാഗപീഠം പണിതോണം. നമ്മൾ പാടിയ പാട്ടിലേക്ക് വന്നപ്പോഴാണ് ഇതിലേക്ക് കയറ്റിയത് പരിശുദ്ധാത്മാവ്. എന്താ നമ്മൾ പാടിയേ? ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരോളും നിർത്തണേ. ഞാൻ അനേക സ്ഥലങ്ങളിൽ പോയി കിടന്നു, അതിലേക്കാ വന്നേ. പാലക്കാടിനടുത്ത് റോഡ് സൈഡിൽ 4 പെൺകുഞ്ഞുങ്ങളുമായൊരു ദൈവദാസൻ പാർത്തിരുന്നു. എവിടെന്ന് ഞാൻ പറയില്ല. 4 കുഞ്ഞുങ്ങൾ. ബസ് പോയാൽ പൊടിയടിച്ച് കയറുന്നൊരു വീട്. ഞാൻ അവിടെ കിടക്കുമ്പോൾ ഈ ദൈവദാസി 4 കുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെ വിളിച്ച് എഴുന്നേപ്പിച്ച് ഈ പാട്ട് പാടി. അതിൻ്റെ മാധുരിത ഒരു ഗായക സംഘം ചേർന്നാലും ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരോളും വൻകീരി ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരോളും കൈകൾ ഉയർത്തിക്കേ. എൻ സഹായം
സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. മറ്റൊരിക്കൽ കർണാടകയിൽ ഒരു സ്ഥലത്ത്, ഞാൻ സ്ഥലം പറയുന്നില്ല, ഒരു മലയാളി കുടുംബത്തിൽ ഞാൻ കിടന്നു. 6 കുഞ്ഞുങ്ങളുള്ള ആപ്പൻ ആ കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി വെളുപ്പിനെ പാട്ടുപാടി. അതിൻ്റെ മാധുര്യത ഞാൻ മറക്കില്ല. നിങ്ങൾ വിചാരിക്കുന്നല്ലോ ഞാൻ അഭിനയിക്കുമെന്നല്ല, എൻ്റെ പ്രസംഗം എൻ്റെ ജീവിതമാ. എൻ്റെ ജീവിതം എൻ്റെ പ്രസംഗമാ. അതിൻ്റെ മനോഹാരിത ഞാൻ മറന്നിട്ടില്ല. 18 ലക്ഷം രൂപ കടത്തിൽ വീട് ജപ്തി ചെയ്യാൻ, പിന്നെ എനിക്കറിയില്ല, വീട് ജപ്തി ചെയ്യാനിരിക്കുമ്പോഴാ ഈ കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി ഈ അപ്പനി പാട്ട് പാടും. പഠിക്കും മോനെ, പഠിക്കും പഠിക്കും. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകീരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും കൈകൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകീരിയിൽ. 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 ഏത് സമയത്തും നിന്നെ കൈവിടാത്തൊരു ദൈവം, നിനക്ക് ആശ്രയിക്കാൻ കൊള്ളാകുന്നൊരു ദൈവം. എത്ര പേർക്ക് കൈ അടിച്ച ദൈവത്തെ ആസ്വദിക്കാൻ കഴിയും? ഏതവസരത്തിലും ആശ്രയിപ്പാൻ കൊള്ളാകുന്നവൻ, കൈവിടാത്ത ദൈവം. പറയൂ ദൈവം, നിന്നെ കൈവിടാത്ത ദൈവം, നിന്റെ തലമുറയെ കൈവിടാത്ത ദൈവം. ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറയുന്ന കൈവിടാത്ത ദൈവം, ആശ്രയിക്കാൻ കൊള്ളാകുന്ന ദൈവം, നോക്കാൻ കൊള്ളാകുന്ന ദൈവം, നിലവിളിപ്പാൻ കൊള്ളാകുന്ന ദൈവം, ആരാധിക്കാൻ കൊള്ളാകുന്ന ദൈവം. ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സൂചിച്ചാൽ നിർത്തരുത്, ദൈവത്തെ ആരാധിച്ചാട്ട്. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ ശക്തി, അവന്റെ മഹത്വം, വല്ലഭത്വം ഒക്കെ നമ്മൾ അറിയണം. ദൈവത്തിന് കൊടുത്തിരിക്കുന്ന മറ്റൊന്ന് രണ്ട് പദം കൂടെ ഞാൻ വേഗത്തിൽ പറയാം. സമയം എത്ര മണിക്കാണ് നമ്മൾ നിർത്തുന്നത്? 1:30. ഓക്കെ. അപ്പം നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം വായിച്ച് നെഹമ്യാവ്, ഞാൻ കൺക്ലൂഷനിലേക്ക് വരാൻ പോവാണ്. നെഹമ്യാവ് 9:6 വായിച്ചാട്ട്. നെഹമ്യാവ് 9:6. നീ
നീ മാത്രം നീ യഹോവയാകുന്നു. മാത്രം യഹോവയാകുന്നു. നീ ആകാശത്തെയും സ്വർഗാദി നീ സ്വർഗത്തെയും ആകാശത്തെയും സ്വർഗാദി സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും. നിർത്തി ഒന്ന് വായിക്കണം. നമ്മുടെ ദൈവം ആരാണ് എന്നൊന്ന് മനസ്സിലാക്കണം. നമ്മൾ ഒത്തിരി വാക്യങ്ങളുണ്ട്, ഞാൻ ഇതിനെക്കുറിച്ച് ആഴ്ചകളായി എൻ്റെ ചർച്ചയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. നീ മാത്രം ദൈവമാകുന്നു, യഹോവയാകുന്നു. നീ ആകാശത്തെയും, വായിച്ചോ, സ്വർഗത്തെയും സ്വർഗാദി സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും. ഇവിടെ മാത്രമല്ല, അവിടുത്തെ സകല സൈന്യത്തെയും. ദൈവത്തിന്റെ ദൂതന്മാർ 1000 ഗുണം 1000 10,000 കോടി ദൂതസംഘം അവിടെ ഉണ്ട്. അവയെ നിർമ്മിച്ചു. അടുത്ത വാക്യം, ഭൂമിയെയും അതിലുള്ള സകലത്തെയും. ഭൂമിയെയും അതിലുള്ള സകലത്തെയും, പിന്നെ സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. നീ അവയൊക്കെയും രക്ഷിക്കുന്നു. ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു. ഓ, ആരാ തമ്പുരാൻ? നീ സേവിക്കുന്ന ദൈവം ആരാ? ഈ കോവിഡ് കാലത്ത് ആരാധന എല്ലാം മുടങ്ങിയോ, ദൈവത്തിന് ആരാധന കിട്ടുന്നില്ല. ഭൂമിയിലെ സകല മനുഷ്യരും ആരാധന നിർത്തിയാലും കോടാനുകോടി ദൂതസംഘം വിശ്രമരഹിതരായി രണ്ടുകൊണ്ട് പറന്നുകൊണ്ട്, രണ്ടുകൊണ്ട് മുഖം മൂടി, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് രാപ്പകൽ തട്ടഹസിക്കുന്ന ആരാധന അവളുണ്ട്. ഈ ദൈവം ആരാ ദൈവം? എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഓൺലൈൻ മീറ്റിംഗ് ഒരിക്കൽ ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ മഹത്വം ഒന്ന് മനസ്സിലാകുന്ന പോലെ. ഇബ്രാഹിമിനെ കൈക്ക് പിടിച്ചിറക്കി പുറത്തു കൊണ്ടുവന്നിട്ട് ഒരു നക്ഷത്രം എണ്ണാൻ പറഞ്ഞു. ദൈവവാഗ്ദത്തത്തെ സംശയിക്കുന്നവനെ കൊണ്ട് ദൈവം നക്ഷത്രം എണ്ണിക്കും. അത് എണ്ണാൻ തുടങ്ങി. 1 2 3 4 എണ്ണം തീരുന്നില്ല. നക്ഷത്രം എത്ര ഉണ്ടെന്ന് അറിയാമോ? നമ്മുടെ ഭൂമിയുടെ കോണ് നമ്മൾ കണ്ടിട്ടില്ല. ഭൂമി എത്ര വലുതാണെന്നറിയാമോ? ഞാൻ ഈ പറഞ്ഞ സംശയമൊക്കെ കൊണ്ട് സാറിനോടൊക്കെ ചോദിച്ചോണം, സാറുമാരോട്. ഭൂമിയുടെ കോണ് നമ്മൾ കണ്ടിട്ടില്ല. എത്ര വലുതാ ഭൂമി? എന്നാൽ ഈ ഭൂമിയെ പോലെയുള്ള 15 ലക്ഷം ഭൂമിമാർ ഒരു സൂര്യനെ കൊള്ളും. 15 ലക്ഷം ഭൂമി ഒരു സൂര്യനെ കൊള്ളും. അപ്പോൾ സൂര്യൻ എത്ര വലുതാ? അമ്മച്ചിമാർ കൊട്ടയ്ക്കകത്ത് പപ്പടം പൊള്ളിച്ചിടുന്ന പോലെ 15 ലക്ഷം ഭൂമിമാർ കൊള്ളുന്ന സൂര്യൻ. 15 ലക്ഷം ഭൂമിമാരെ കൊള്ളുന്ന സൂര്യനെ പോലെ 3 ലക്ഷം സൂര്യന്മാർ ഒരു നക്ഷത്രത്തിൽ, ഈ പൊട്ടുപോലെ കാണുന്ന സാധനമില്ലേ, അതിനകത്ത് 3 ലക്ഷം സൂര്യന്മാർ. എൻ്റെ വലിപ്പം എത്ര വലുതാ! അങ്ങനെ 1 2 ആണോ? കോടാനുകോടി നക്ഷത്രം. 10 കോടി നക്ഷത്രം ചേരുന്നതാണ് ഒരു ഗാലക്സി. നമുക്ക് വഹിക്കാൻ കഴിയുമോ? അങ്ങനെ കോടാനുകോടി ഗാലക്സി. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ കടൽ തീരത്ത് എന്തുമാത്രം മണൽത്തരിയുണ്ട്, അത്രമാത്രം നക്ഷത്രം ഉണ്ടെന്ന് അവിടെ. ഇവയ്ക്ക് റൂട്ട് നിശ്ചയിച്ച ദൈവം, ഇവയെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം, ആ ദൈവത്തെ അപ്പച്ച എന്ന് വിളിക്കാൻ ഭാഗ്യം കിട്ടിയവനായി ഇവിടെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. കണ്ടുണ്ടെങ്കിൽ കാണാത്ത, ചെവി ഉണ്ടെങ്കിൽ കേൾക്കാത്ത, വായുണ്ടെങ്കിൽ സംസാരിക്കാത്ത, തൊണ്ട കൊണ്ട് ഇടപെടാത്ത ഒരു ദൈവത്തെ അല്ല നീ സേവിക്കുന്നത്. നീ കരഞ്ഞാൽ ഇറങ്ങി വരുന്ന ദൈവം, നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം. ഈ ദൈവത്തെ നമ്മൾ സേവിക്കുന്നേ. ഞാൻ അന്നൊരു പാട്ട് പാടിയെന്ന് തോന്നുന്നു. ഈ പാട്ട് പാടുന്ന ഒരു പ്രസംഗത്തേക്കാ വലുത്. ഈ പാട്ടിൽ 2 അടി കൊണ്ടല്ല. ഞാൻ തൊടാകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവൻ, ജ്യോതി നൽകും സൂര്യചന്ദ്ര താരവൃന്ദത്തെ മോടിയോടുവാനത്തിൽ തൂക്കിയവനാം, ജ്ഞാനത്തോടാകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവൻ, ജ്യോതി നൽകും സൂര്യചന്ദ്ര താരവൃന്ദത്തെ മോടിയോടുവാനത്തിൽ തൂക്കിയവനാം, താൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്,
താൻ ഉന്നതനല്ലോ സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. താൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. താൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. താഴ്ചയിൽ നമ്മെ ഓർത്താദരിച്ചല്ലോ. വീഴ്ച എന്നിയെ കാത്തോ മരിച്ചല്ലോ. വൈരിയൻ കയ്യിൽ നിന്നും വീണ്ടെടുത്തല്ലോ. ധൈര്യമായി നമുക്കും പാടിടാമല്ലോ. താൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. താൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധി എന്നും പ്രമോദമുണ്ടല്ലോ. താൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. താൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധി എന്നും പ്രമോദമുണ്ടല്ലോ. ഇസ്രായേലിന് പറ്റിയ തെറ്റന്നാണ്. നമ്മുടെ കുറിവാക്യങ്ങളിൽ പറഞ്ഞല്ലോ, ഇസ്രായേലിന് പറ്റിയ തെറ്റ്. 106 സങ്കീർത്തനം സിസ്റ്റർ എന്ന് വായിച്ചേ. 106 സങ്കീർത്തനം 19 വാക്യങ്ങൾ വായിച്ചേ. 106 സങ്കീർത്തനം 19 വാക്യം. 106:19. അവൻ ഹോറേബിൽ വെച്ച് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഒരു കാളക്കുട്ടി ഉണ്ടാക്കി. വാർത്തുണ്ടാക്കിയ വിഗ്രഹത്തെ നമസ്കരിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ മഹത്വമായവനെ പുല്ല് തിന്നുന്ന കാളയോട് സദൃശമാക്കി തീർത്തു. അടുത്തത്, മിസ്രയീമിൽ വലിയ കാര്യങ്ങളും ഹാമിന്റെ ദേശത്ത് അത്ഭുത പ്രവർത്തികളും ചെങ്കടലിങ്കൽ ഭയങ്കര കാര്യങ്ങളും ചെയ്തവനായി തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. ഇതാണ് ഇസ്രായേലിന് പറ്റിയത്. ഇതാണ് പുതിയ നിയമ ഇസ്രായേലാകുന്ന ദൈവസഭയ്ക്കും പറ്റിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ മഹത്വമായവനെ പുല്ല് തിന്നുന്ന കാളയോട് സമമാക്കി. മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടി നിത്യത കളയരുത്. ഈ മാമോന് വേണ്ടി ദൈവത്തെ കളയരുത്. ഒരു വാക്യോടെ വായിച്ചോ സിസ്റ്ററെ. യെരമ്യാ പ്രവചനം ഒത്തിരി ഉണ്ട്. ഈ പ്രവാചകരെല്ലാം ദൈവം അയച്ചതിനാ. യെരമ്യാ ചാപ്റ്റർ 2:11, 2:11. ഒത്തിരി വാക്യങ്ങളുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട 11, 13, 11. ഒരു ജാതി തന്റെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? ഒരു ജാതി തന്റെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? അവ ദേവന്മാരല്ല, ദേവരല്ല, എന്നിട്ട് പോലും ഒരു മാറ്റുന്നില്ല. പിന്നെ എന്നാൽ എന്റെ ജനം തന്റെ മഹത്വമായവനെ പ്രയോജനമില്ലാത്തതിന് പകരം മാറ്റിക്കളഞ്ഞിരിക്കുന്നു. പിന്നെ ആകാശമേ ഇതിങ്കൽ വിസ്മയിച്ച് ഭ്രമിച്ച് ഏറ്റവും സ്തംഭിച്ചു പോകാം എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തെ അവർ വിറ്റുകളഞ്ഞു. ലക്ഷ്യം തെറ്റുന്നതാണ് പാപം. ദൈവത്തെ അവർ മഹത്വമായവനെ വിട്ടുകളഞ്ഞു. കാളക്കുട്ടി ഉണ്ടാക്കിയതിന് വീഴാൻ തുടങ്ങി. നീ സേവിക്കുന്നത് ആരെയാണെന്ന് നിനക്കറിയാമോ? അവന്റെ മഹത്വം എത്ര വലുതാണെന്ന് നിനക്കറിയാമോ? 2 കാര്യം ഞാൻ അവിടെ പറയാം. 15 ലക്ഷം ഭൂമിമാരെ ഉൾക്കൊള്ളുന്ന സൂര്യൻ, ആ സൂര്യനെ പോലെയുള്ള 2 ലക്ഷം 3 ലക്ഷം സൂര്യന്മാരെ ഉൾക്കൊള്ളുന്ന നക്ഷത്രം, കോടാനുകൂടി നക്ഷത്രം, അവയെ നിർമ്മിച്ചവൻ, പാലിക്കുന്നവൻ, റൂട്ട് നിശ്ചയിച്ചവൻ. ആ ദൈവത്തിന് അബ്രഹാമേ 100ാമത്തെ വയസ്സിൽ നിനക്കൊരു കൊച്ചിനെ തരുന്ന വലിയ കാര്യമാണോ ദൈവം ചോദിച്ചത്? ദൈവത്തെ കൊണ്ട് കഴിയുമോ എന്നൊന്നിനെ കുറിച്ചും ചോദിക്കരുത്. എൻ്റെ ദൈവത്തിന് ഹിതമാണോ? എൻ്റെ ദൈവത്തിന് തന്നെ അസാധ്യം. അതുകൊണ്ട് മക്കളെ, കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, ഇവയെ നിർമ്മിച്ച് പാലിക്കുന്ന ദൈവത്തിന് ഇതൊക്കെ തന്നെ ഉണ്ടായെന്നാണോ എൻ്റെ വിശ്വാസം? ഞാനതൊക്കെ അക്കമിട്ട് പറയാൻ നേരമില്ല. നമുക്ക് നിർത്തണം. ആ ദൈവത്തിനൊരു സ്വർഗം ഉണ്ടാക്കുന്ന വലിയ കാര്യമാണോ?
ഈ ദൈവത്തിനൊരു നരകം ഉണ്ടാക്കുന്ന വലിയ കാര്യമാണോ? ശമരിയ സ്ത്രീയോട് കർത്താവ് പറഞ്ഞൊരു കാര്യം ഞാനിങ്ങനെ കുറേ ആഴ്ച എൻ്റെ ചർച്ചയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് പറഞ്ഞിപ്പം നമുക്ക് നിർത്താം, ബാക്കി പോയിട്ട് കൂടാം. അത് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലാണ്. ഞാൻ 2 വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് നിർത്താം. 1:4-9 വായിച്ചാട്ടെ. ശമരിയ സ്ത്രീയോട് കർത്താവ് ചോദിക്കാൻ, നിന്നോട് ശമരിയ സ്ത്രീ അവനോട് നീ യഹൂദനായിരിക്കെ ശമര്യക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമര്യക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്ന ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുക. അത് മതി. എനിക്ക് ഇന്ന് രാവിലെ ഹൃദയത്തിൽ നിന്ന് ദൈവജനത്തിന് നൽകാനുള്ള സന്ദേശം, നിന്റെ കൂടെയുള്ള കർത്താവ് ആരെന്ന് നിനക്കറിയാമോ? നിന്റെ കൂടെയുള്ള കർത്താവിൻ്റെ വില നിനക്കറിയാമോ? ദൈവദാസന്മാരെ, നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കണം ജനത്തിന്. ഈ മഹത്വം എല്ലാം അവിടെ ഉരിഞ്ഞു വെച്ചിട്ട് അവൻ നമ്മെ തേടി ഇവിടെ വന്നത്. ഞാനത് ലാസ്റ്റ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. എനിക്ക് തോന്നാതാ നല്ല കൂടെയുള്ള യേശുവിൻ്റെ വില നീ അറിയണം. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ ആരാധനയുടെ മഹത്വം നീ അറിയണം. ഈ വീണ്ടെടുപ്പിൻ്റെ വില നീ അറിയണം. നിത്യതയുടെ മഹത്വം അറിയണം. ദൈവം നമ്മളെ വിളിച്ച ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയല്ല, നിത്യതയിൽ അവനോടൊപ്പം വാഴാനാണ്. നമ്മിലാർ നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും. എൻ്റെ കണ്ണ് രാജാവിനെ അവൻ്റെ പൂർണ്ണ മഹത്വത്തിൽ കാണും. പ്രത്യാശ കൈ ഉയർത്തി പറയാതെ, എൻ്റെ കണ്ണ് ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, എന്നാൽ അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് എൻ്റെ പ്രാണപ്രിയനെ ഞാൻ കാണുമെന്ന് വിശ്വസിക്കുന്നവൻ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് രാവിലെ ഹല്ലേലൂയ. ഏറ്റവും കാതലായൊരു വിഷയം പറയട്ടെ. എനിക്കിതെവിടെ കൺക്ലൂഡ് ചെയ്യണമെന്ന് അറിയില്ല. ഇസ്രായേൽ ജനത്തിന് മഹത്വമായവനായവനെ മനസ്സിലായില്ല. അവർ അവനെ ഉപേക്ഷിച്ച് കളഞ്ഞു. ഊമവിഗ്രഹങ്ങളെ പുറകെ അവർ പോയി, അവനെ അനുസരിച്ച് കാണിച്ചു. ഇതിന്റെ 7-ാം അധ്യായത്തിലുണ്ട്, എല്ലാ വർഷം പോലെ ഞങ്ങൾ ഓസിക്കട്ടെ. ദൈവം 70 വർഷമായി ഓസിച്ച പോലെ ഞങ്ങൾ ഓസിക്കട്ടെ. ഇവിടെ ഉപവാസവാ. കർത്താവ് ചോദിച്ചു, ഇത്രയും നാൾ ഓസിച്ചോണ്ട് എന്നാ ഗുണം? ഇത്രയും നാൾ കേട്ടത് വല്ലതും അനുസരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഉപവാസവും ചടങ്ങായി മാറി. പെന്തക്കോസ്തുകാരൻ ആരാധനയും വചന ശുശ്രൂഷയും ഉപവാസവും കാത്തിരിപ്പവും കൺവെൻഷനും ചടങ്ങായി മാറി. ഫെയ്ത്ത് സിറ്റി ചർച്ചയെ ഇത് നമുക്ക് ചടങ്ങാകരുത്. ഇത് ദൈവശക്തിയുടെ പ്രദർശനമായി മാറണം. പോരാ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് ഓരോ ഉപവാസവും ഓരോ പ്രാർത്ഥനയും ഓരോ ആരാധനയും വെറും ചടങ്ങാകരുത്, ദൈവ പ്രവൃത്തിയുടെ ദിനങ്ങളായി മാറണം. ശുദ്ധീകരണത്തിന്റെ, അനുതാപത്തിന്റെ, മടങ്ങിവരവിന്റെ, താഴ്മയുടെ, വിനയത്തിന്റെ ദിനങ്ങളായി മാറണം. സ്തോത്രം. രൂപാന്തരം വരുന്നുണ്ടോ? പൗലോസപ്പോസ്തലൻ കർത്താവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനെല്ലാം ഉപേക്ഷിച്ച് ചവറുന്നുണ്ടെന്നു. പിന്നെ എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എന്താ? അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയാകണം. വല്ലവിധേനയും മരിച്ചവരുടെയിൽ നിന്ന് എനിക്ക് ഉയർത്തെഴുന്നേൽക്കണം. എത്ര പേർക്ക് ഈ ആശയുണ്ട്? ഓരോ വാസം കഴിയുമ്പോഴും ഇവിടെ മണ്ണെന്നുള്ള ആശ മാറി എന്റെ വിണ്ണിനെ കുറിച്ചുള്ള കുതിപ്പുണ്ടാകട്ടെ. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ പണ്ട്, 68,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിൽ പാർത്തവനെയും കോവിഡ് കൊണ്ടുപോയി.
എന്താ 68,000? നിങ്ങൾക്ക് ഇവിടെയൊക്കെ വീടുണ്ട് 5,000, അങ്ങേ അറ്റം പോയാൽ 6,000 7,000, അതിനപ്പുറം വീട് വിടില്ല വീട്. അപ്പൊ 58,000 കാണുന്നത് താൽക്കാലികമാ, കാണാത്തത് നിത്യമാ. അവിടെ എത്തണം. നമ്മുടെ ഓട്ടോ ഒക്കെ അതിനായിരിക്കണം. ലക്ഷ്യം തെറ്റിപ്പോകരുത്. നമ്മുടെ ഓട്ടം ഈ മണ്ണിന് വേണ്ടി ആകരുത്. ഞാൻ ഈ കോവിഡ് കാലത്ത് ഒത്തിരി യോഗങ്ങളിൽ ഓൺലൈനിൽ പ്രസംഗിച്ചും പറഞ്ഞു, ദൈവം കോവിഡ് വരുത്തി എന്തിനാന്നും കൂടെ ചോദിച്ചാൽ, നമ്മൾ ഇവിടുത്തുകാരല്ലെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. നമുക്കിപ്പോൾ കേരളത്തിലൊരു അസുഖം വന്നാൽ ഇവിടെ തന്നെ 1/1 ഹോസ്പിറ്റൽ നിങ്ങൾക്ക് എറണാകുളത്തുണ്ട്, ഇല്ലേ മദ്രാസ്, ബാംഗ്ലൂർ, ഡൽഹി ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇല്ലേ ബോംബെ, ഇല്ലെങ്കിൽ ഹൂസ്റ്റൺ, ഡാളസ്. പക്ഷേ ഈ നേത്രങ്ങൾ കൊണ്ട് കാണാൻ വയ്യാത്ത ഈ സാധനം വന്നപ്പോൾ എവിടെ കൊണ്ടുപോയി? അമേരിക്കയിലെ കോടീശ്വരന്മാരെ ഒന്നിച്ച് വെട്ടിമൂടുന്ന കണ്ടില്ലേ? $18 ലക്ഷം വാടക വാങ്ങിയ ഒരാൾ ഡൽഹിയിൽ വിലപിച്ചില്ലേ ഒരു ഓക്സിജൻ സിലിണ്ടറിന്? അയാളുടെ കെട്ടിടത്തിന്റെ വാടക 18 ലക്ഷം. കാണുന്നത് താൽക്കാലികമാ, കാണാത്തത് നിത്യമാ. നമുക്ക് ഇതിന്റെ 2 ഭാഗം അടുത്ത് വേണം. ഈ ഉപവാസമൊക്കെ നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണം. ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിയണം. കൈ ഉയർത്തിയ ഒരു സ്തോത്രം ശക്തിയോട് പറഞ്ഞാൽ ഞാൻ വാക്കുകൾ നിർത്താൻ പോവാണ്. നമുക്ക് ഇവിടെ പ്രാർത്ഥിക്കുക, ആരാധിക്കുകയൊക്കെ ചെയ്യാം. 22-ാം സങ്കീർത്തനത്തിൽ ഒരു പ്രവചന സങ്കീർത്തനമാണ്. 25 പ്രവചനം ഒറ്റ സങ്കീർത്തനം നിറവേറുക. തുടക്കം എൻ്റെ ദൈവമേ, പറഞ്ഞേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ പ്രാർത്ഥന നരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്നോട് നോക്കി. അവിടുത്തെ ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ നിലവിളിച്ച് നീ അവർക്കെല്ലാം ഉത്തരവരളി. കർത്താവ് കാൽവറി പറഞ്ഞ മൊഴിയിലൊന്നാ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് ലീഗ പറഞ്ഞു, എൻ്റെ 1-ാം പ്രതിവാദത്തിൽ എന്നെ ശ്രദ്ധിച്ചിരിക്കൂ, എല്ലാവരും എന്നെ കൈവിട്ടു, എന്നാൽ കർത്താവ് എനിക്ക് തുണ നിന്നു, പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിച്ചു. രാവിലെ ഹോളിൽ വന്ന ദൈവവേദനേ, ലോകത്തിൽ ആരെല്ലാം നിന്നെ കൈവിട്ടാലും എൻ്റെ ദൈവം നിന്നെ കൈവിടുകയില്ല. പോരാ, അവൻ നിന്നെ കൈവിടാതിരുന്നാൽ, അവൻ നിന്റെ കൂടെ വന്നാൽ നിന്നെ കൊണ്ട് അവൻ ശുശ്രൂഷ നിവർത്തിക്കും. പോരാ, ശക്തിയോടെ വാ തുറന്ന ദൈവത്തെ സ്തുതിച്ചേ. സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിച്ചു, എന്നെ കൊണ്ട് പ്രസംഗം നിവർത്തിച്ചു. നമ്മൾ ഇന്ന് രാവിലെ കർത്താവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവനോട് പറഞ്ഞ കേക്ക്, നിങ്ങൾ കരഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ തന്റെ അഭിഷക്തനെ കൊണ്ട് ദൈവം ചെയ്യേണ്ട ശുശ്രൂഷകൾ പൂർണ്ണമാക്കാതെ ദൈവം ഇവിടുന്ന് കൊണ്ടുപോകില്ല. ഞാൻ ഇന്നലെ ഈ പാസ്റ്റേഴ്സിൽ ക്ലാസ് എടുത്തിട്ട് വന്നാ ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ ദാസന്മാരെ, നമ്മൾ എവിടെ മരിക്കണം, എപ്പം മരിക്കണം, എങ്ങനെ മരിക്കണമെന്ന് പിശാചല്ല തീരുമാനിക്കുന്നത്, സ്വർഗത്തിലെ ദൈവമാ തീരുമാനിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരെ, നമ്മുടെ ശുശ്രൂഷ തീരാതെ ദൈവം നമ്മളെ കൊണ്ടുപോകില്ല. നമ്മുടെ ശുശ്രൂഷ തികയ്ക്കാതെ ദൈവം നമ്മളെ കൊണ്ടുപോകില്ല. അതിന് തെളിവാണ് പാസ്റ്റർ പി മോനച്ചൻ ഈ രാവിലെ ഞാൻ ഇവിടെ പ്രസംഗിക്കണമെന്ന് ദൈവത്തിന്റെ പ്രോഗ്രാം ഡയറിയിൽ ഉണ്ടായിരുന്നു. ഒന്നുകൂടെ പറയാം, നിന്നെ കുറിച്ചുള്ള പിശാചിന്റെ പദ്ധതിയല്ല, സാത്താന്യ പദ്ധതിയല്ല, ദൈവത്തിന്റെ പദ്ധതി നിറവേറും. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ശുശ്രൂഷ നിവർത്തിക്കാതെ പോയില്ല. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഇങ്ങോട്ട് നോക്കൂ. മത്തായി സുവിശേഷം എഴുതിയിരിക്കുന്ന 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. എൻ്റെ മുഖത്തോട് നോക്കിക്കൂ. 9-ാം മണി നേരത്തെ യേശു നിന്നുകൊണ്ട് എലീ എലീ ലമാ സബക്താനി എന്നുറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടോ.
പൗലോസിനെ എല്ലാവരും കൈവിട്ടെങ്കിലും യേശു കൈവിട്ടില്ല. പറ, നിന്നെ ആരെല്ലാം കൈവിട്ടാലും ദൈവം കൈവിടില്ല. വേദവസം പറഞ്ഞ അവനാരുമില്ലെന്ന് വരും, അവനാരുമില്ലെന്ന് വരും. ഇന്ന് രാവിലെ ഞാൻ നിന്നോട് പറയാം, നിനക്കാരുമില്ലെന്ന് വരും, പക്ഷെ നിനക്കാരുമില്ലാതെ വരികയില്ല. പോരാ പോരാ, കൈ ഉയർത്തി പിശാചികൊക്കെ പറ, എനിക്കാരുമില്ലാതെ വരില്ല, എനിക്കാരുമില്ലാതെ വരില്ല. കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, മക്കൾ നോക്കിയില്ലേലും, മരുമക്കൾ നോക്കിയില്ലേലും, അമ്മാച്ചൻ നോക്കിയില്ലേലും, ഉപ്പാപ്പൻ നോക്കിയില്ലേലും, എനിക്കാരുമില്ലാതെ വരില്ല, എനിക്കാരുമില്ലാതെ വരില്ല. കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ്റെ ഡെഡ് ബോഡി ആയിട്ട് വാങ്ങാടക്ക ആളില്ല. പക്ഷെ അകലെ നിന്ന് ദൈവം ഒരുവനെ കൊണ്ടുവന്നു, അരിമത്യക്കാരൻ ജോസഫ്. അതാ ഞാൻ ഒന്നുകൂടെ പറയാം, നിനക്കാരുമില്ലാതെ വരില്ല. ആരെയെങ്കിലും ദൈവം നിനക്ക് വേണ്ടി ഒരുക്കും. ഇത് ഈ ദൂത് കർത്താവ് എന്നോട് സംസാരിക്കുന്ന, വിശ്വസിക്കുന്ന, വെറുതെ അല്ല, എനിക്കറിയാം ദൂത് പായുന്നുണ്ട്. വിശ്വസിക്കുന്ന കൈ ഉയർത്തി പറ, എനിക്കാരുമില്ലാതെ വരില്ല. വാതർന്ന് പറ, എനിക്കാരുമില്ലെന്ന് വരില്ല. ആരെയെങ്കിലും ദൈവം എനിക്ക് വേണ്ടി ഒരുക്കും. പക്ഷെ എൻ്റെ ദൈവം, എൻ്റെ യേശു എന്നെ നോക്കിയിരിക്കൂ. ഞാൻ നിർത്താം. ക്രൂശിൽ കിടക്കുമ്പോൾ അവനാരുമില്ലാതായി. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ഇരുട്ട്. എന്നെ ശ്രദ്ധിച്ചിരുന്നാട്ടെ, എന്നെ നോക്കിയിരിക്കൂ. എം.ഇ. ചെറിയാൻ സാർ എഴുതി വെച്ചു. ഞാൻ എൻ്റെ ചർച്ചയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാനിത് പറഞ്ഞിട്ട് എനിക്ക് പറയാൻ വയ്യ. എന്താണ് ഈ ഇരുട്ട് വരട്ടാൻ കാരണം? മുമ്പേ ഞാൻ പറഞ്ഞവനാ എൻ്റെ ദൈവം, കോടാനോടി ദൂതന്മാരുടെ ആരാധ്യ വസ്തു, ഈ കാണപ്പെടുന്ന സകലത്തെയും നിർമ്മിച്ചവൻ നിനക്ക് വേണ്ടി കാൽവറിയിൽ ഇറങ്ങി വന്നു. അവൻ കാൽവറിയിൽ മരിക്കുമ്പോൾ അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചടിച്ചു. തലയോട് വെട്ടി തലച്ചോറിൽ നിന്ന് രക്തം താഴെ കൊഴുകി, മുഖത്തുനിന്ന് രോമം പിഴുതെടുത്തു, കാർക്കിച്ച് തുപ്പി, മുഷ്ടിയൊരുട്ടി ഇടിച്ചു. എന്നെ നോക്കൂ, കാൽവറിയിൽ തൻ്റെ ഏകജാതൻ ഇതെല്ലാം അനുഭവിക്കുമ്പോൾ ദൈവം ഇരുട്ട് വരുത്തി. സാറേ, എന്തിനാ ഇരുട്ട് വരുത്തിയെന്നറിയാമോ? ദൂതസംഘമേ, നിങ്ങളിത് കാണരുത്, നിങ്ങളിത് കാണരുത്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഇതിലേക്കൂടെ പോകുമ്പം നിങ്ങളുടെ കൊച്ചിനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി താഴെയിട്ട് ഒരുത്തൻ ചവിട്ടിയാൽ, ഒരുത്തൻ അടിച്ചാൽ, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ പറയും, എൻ്റെ കൺമുമ്പിൽ എൻ്റെ കുഞ്ഞിനെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. പിതാവ് തൻ്റെ പുത്രനെ കാൽവറിയിൽ കൈവിട്ടപ്പോൾ ഇരുട്ട് വരുത്തി. കാരണം പിതാവാം ദൈവത്തിനറിയാം, ഈ കാഴ്ച കണ്ട് സ്വർഗദൂത സംഘം അടങ്ങിയിരിക്കില്ല. മീഖായേൽ അടങ്ങിയിരിക്കില്ല, ഗബ്രിയേൽ അടങ്ങിയിരിക്കില്ല. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലവും തരാതിരിക്കുമോ? നിനക്ക് വലുത് യേശു തന്നതായിരിക്കരുത്, യേശു ആയിരിക്കണം. നമ്മെ ഈ കൂട്ടായ്മയിൽ നിർത്തേണ്ടത് പാസ്റ്റർമാരുടെ സ്നേഹമല്ല, സഹവിശ്വാസിയുടെ സ്നേഹമല്ല, നിന്റെ പ്രാണപ്രിയന്റെ സ്നേഹമായിരിക്കും. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ട്. യേശുവിനേക്കാൾ വലുതല്ല നമുക്കൊന്നും. യേശുവിനേക്കാൾ വലുതായിരിക്കരുത് ഒന്നും. നിന്റെ വീടും കാറും മക്കളും
ഒന്നും യേശുവിനേക്കാൾ വലുതാകരുത്. നീ ആരാണെന്നറിയൂ, നിന്റെ ദൈവം ആരെന്നറിയൂ. കർത്താവിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നൊന്നും അധിക നാൾ ദൈവം വെച്ചുകൊണ്ടിരിക്കില്ല. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും, കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് പാടിക്കുക, സമർപ്പണം. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ശബ്ദം ഉയർത്തി പാടുകേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. എനിക്ക് എൻ്റെ ജീവനേക്കാൾ വലുത് എൻ്റെ യേശുവാണ്. ഞാൻ ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ പറയാം. നമ്മൾ പിൻപറ്റുന്നത്, യേശുവിനെ പിൻപറ്റുന്നത് താൽക്കാലികമായ ചിലതിന് വേണ്ടിയല്ല, നിത്യതയ്ക്ക് വേണ്ടിയായിരിക്കണം. നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുന്നതായിരിക്കണം. എല്ലാ കണ്ണും അടച്ചാട്ട്. എൻ ജീവനേക്കാൾ, ആ പാട്ടെടുത്ത് വെക്കണം. എൻ ജീവനെ ഈ രാവിലെ സമർപ്പിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവേ, ഞാനങ്ങേ അവിശ്വസിച്ചു പോയി. അങ്ങേക്കാൾ ലോകത്തിലേക്കൊക്കെ എൻ്റെ സ്നേഹം പോയി. ഞാൻ ആരെന്നറിയാതെ, എൻ്റെ പദവി അറിയാതെ ഞാൻ കോപിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതിനോട് ക്ഷമിക്കണം കർത്താവേ. എല്ലാറ്റിലുപരി എൻ്റെ കർത്താവിനെ സ്നേഹിപ്പാൻ ഒരുക്കണമേ എന്ന് സമർപ്പിക്കുന്നവർ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാണ്. നമുക്ക് ഇന്ന് പിശാചി കേൾക്ക ഈ പാട്ട് പാടണം, ഹൃദയത്തിൽ നിന്ന് പാടണം. എൻ ജീവനേ, എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ഹൃദയത്തിൽ നിന്ന് പാടിയാണ്. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 അങ്ങേക്ക് ആരാധന. ആരാധന 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 അങ്ങേക്ക് ആരാധന. അങ്ങേപ്പോലെ അങ്ങേപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങേപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ പ്രേമമേ അങ്ങേ മാർവിച്ചാരുന്നു ഞാൻ. സ്നേഹമേ പ്രേമമേ അങ്ങേ മാർവിച്ചാരുന്നു. ഒരു വാക്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കൈകൾ ഉയർത്തിപ്പിടിക്കൂ. എൻ ജീവനേക്കാൾ എൻ്റെ കർത്താവ് എനിക്ക് വലിയവനാണ്. ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നത് താൽക്കാലികമായ ചിലതിന് വേണ്ടിയല്ല, നിത്യതയ്ക്ക് വേണ്ടിയാണ്. എനിക്കൊന്നും കിട്ടിയില്ലേലും എൻ്റെ യേശുവിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അവൻ തൻ്റെ രക്തം എനിക്കായി നൽകി, എന്നെ തേടി വന്നു, എന്നെ രക്ഷിച്ചു. സ്വർഗമഹിമയെല്ലാം എനിക്ക് വേണ്ടി അവിടുന്ന് ഉപേക്ഷിച്ചു. കർത്താവേ, സ്വർഗപിതാവേ, ഞങ്ങൾക്ക് തന്ന നല്ല കൂടിക്കാഴ്ചയ്ക്ക് നന്ദി, കൂട്ടായ്മയ്ക്ക് നന്ദി. സ്വർഗം താണിറങ്ങി വന്നതിനായി സ്തോത്രം. അവിടുത്തെ മേഘത്തിൻ്റെ കീഴിൽ ഞങ്ങളെ ഇരുത്തിയതിനായി സ്തോത്രം.
അങ്ങ് ഞങ്ങളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തത് വലിയ ഉദ്ദേശത്തോടെയാണ്. അവർ ലക്ഷ്യം തെറ്റിപ്പോയി കർത്താവേ, മാർഗം തെറ്റിപ്പോയി കർത്താവേ, വഴി തെറ്റിപ്പോയി കർത്താവേ. മടങ്ങി വരുവീനെന്ന് ദൈവനോട് പറഞ്ഞ പോലെ ഞങ്ങൾ പലപ്പോഴും ലക്ഷ്യം തെറ്റിപ്പോയി കർത്താവേ, ഉദ്ദേശം തെറ്റിപ്പോയി കർത്താവേ. ഞങ്ങൾ മടങ്ങി വരേണ്ടതിൻ്റെ ആവശ്യം മനസ്സിലാക്കുന്നു. ഞങ്ങൾ മാനസാന്തരപ്പെടുവാൻ, മടങ്ങി വരുവാൻ, ഞങ്ങൾ അങ്ങേക്കാൾ എന്തിനെയൊക്കെയോ സ്നേഹിച്ചോ അതൊക്കെ വലിച്ചെറിയുവാൻ ഈ പകൽ ഞങ്ങൾ കൃപ തരണമേ. നിന്റെ ജനത്തിന്മേൽ നിന്റെ കൈ തൊട്ടിരിക്കാൻ സ്തോത്രം, നിന്റെ കരം നീട്ടിയിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈകൾ താഴ്ത്തിയിടാം. ഈ പകൽ വ്യക്തിപരമായി പ്രാർത്ഥന ആവശ്യമുള്ളവർ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്തുവാകട്ടെ, പാസ്റ്റർ ബി മോനച്ചനല്ല, യേശുവിൻ്റെ കരം നിങ്ങളെ തൊടും. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും, അടയപ്പെട്ട വഴികൾ തുറക്കും. കർത്താവിൻ്റെ അഭിഷേകത്തിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥന ആവശ്യം കരമുയർത്താം. ഏത് വിഷയമാകട്ടെ, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളുടെ വേദന, രോഗം, പ്രശ്നം, ഭാരം അടിയനറിഞ്ഞുകൂടാ. അങ്ങേക്കറിയാം. നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ അഴിക്കപ്പെട്ടിരിക്കുന്ന വചനപ്രകാരം നിന്റെ അഭിഷക്തന അടിയൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തിനു വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ഹാളിൽ വിടുതൽ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ. രോഗാത്മാവേ വിട്ടുമാറുക, ദുഷ്ടാത്മാവേ വിട്ടുമാറുക, അന്ധകാര വ്യാപാരമേ വിട്ടുമാറുക. അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ. നിന്റെ കൈ അവരെ തൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ